സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റെസ് ജുഡിക്കേറ്റ് ആയിരുന്നു നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് സെക്ഷൻ 12 നോക്കാം. അപ്പൊ നമ്മൾ സെക്ഷൻ 12 നോക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ചധികം സെക്ഷൻസ് അതിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ കുറച്ചധികം കോൺസെപ്റ്റ് അതിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ സെക്ഷൻ 12 എന്താ പറയുന്നത്? സെക്ഷൻ 12 ബാർ ടു ഫെർദർ സ്യൂട്ട് ആണ് പറയുന്നത്. സോ ബാർ ടു ഫെർദർ സ്യൂട്ട് എന്ന് പറഞ്ഞു വെച്ചാല് ഇപ്പൊ നമ്മുടെ CPCയിൽ തന്നെ ചില സിറ്റുവേഷൻസുകളിൽ എന്താണ് ഇറ്റ് വിൽ ബി പ്രിക്ലൂഡിങ് ഫ്രം ഫയലിംഗ് എ ഫ്രഷ് സ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഇങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഈ ഒരു സ്യൂട്ട് ഡിസ്മിസ് ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ പ്ലെയിൻറ്റിഫിനോ അല്ലെങ്കിൽ ഡിഫൻഡിനോ പാർട്ടീസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അതൊരു ഫ്രഷ് സ്യൂട്ട് ആയിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റില്ല. സോ അങ്ങനെ എവിടെയെങ്കിലും ബാർ ടു ഫെർദർ സ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഫെർദർ സ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ സെക്ഷൻ 12 മീനിങ് പറയുന്നത് if a plaintiff is legally stopped by rules from filing another case about the same cause of action, they cannot file a new suit in any court under the same code. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? അപ്പൊ എവിടെയെങ്കിലും സെയിം കോസ് ഓഫ് ആക്ഷനിൽ പ്ലെയിന്റിഫിനെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. എന്ത് പണ്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്? ദേ കനോട്ട് ഫയൽ എ ന്യൂ സ്യൂട്ട്, പുതിയൊരു സ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഫ്രഷ് സ്യൂട്ടായിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് പറയാം എങ്ങനെയാണ്. വൺസ് എ പേഴ്സൺ ഹാസ് ഓൾറെഡി ഫൈൽഡ് എ കേസ് അബൌട്ട് എ സ്പെസിഫിക് ഇഷ്യൂ ആൻഡ് ദ ലോ സേസ് ദാറ്റ് ദേ കാൺട്ട് ഫയൽ അഗെയിൻ ഫോർ ദ സെയിം റീസൺ, ദേ കാൺട്ട് സ്റ്റാർട്ട് അനദർ കേസ് ഫോർ ഇറ്റ്. അപ്പൊ എന്ത് പറയുന്നു, ഒരു സ്പെസിഫിക് ഇഷ്യൂ അല്ലെങ്കിൽ സ്പെസിഫിക് ലോ ഓൾറെഡി ഒരു കേസ് ഫയൽ ചെയ്തു, അതിനുശേഷം പിന്നീട് പറയാണ് ദേ കാൺട്ട് ഫയൽ അഗെയിൻ എന്ന് പറയുന്നിട്ടുണ്ട്, എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഫെർദർ സ്യൂട്ട് പോകാനായിട്ട് സാധിക്കില്ല. ദെൻ എക്സാമ്പിൾ വരുന്നത് എന്താ, A files a suit against B to recover ₹50,000 for goods sold. The court dismisses A's suit because A failed to produce proper evidence. A tries to file another suit against B for the same 50,000 and same goods. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുകയാണ്, സെക്ഷൻ 12ന്റെ ബാർ അട്രാക്ട് ചെയ്തിട്ട് അത് സെക്കൻഡ് സ്യൂട്ട് ബാർഡ് ആണെന്ന് പറയാം. കാരണം ഓൾറെഡി ആ ഒരു സ്യൂട്ട് ഡിസ്മിസ് ചെയ്യപ്പെട്ടു. എന്ത് ഗ്രൗണ്ടിലാണ്? ഫെയിലിയർ ടു പ്രൊഡ്യൂസ് പ്രോപ്പർ എവിഡൻസ് എന്ന ഗ്രൗണ്ടിൽ ഒരു സ്യൂട്ട് ഡിസ്മിസ് ചെയ്തു. സോ ഫെർദർ സ്യൂട്ട് സെയിം മാറ്ററിൽ എന്ത് ചെയ്യാൻ സാധിക്കില്ല, കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ എവിടെയൊക്കെയാണ് CPCയിൽ ഇങ്ങനെ ബാർ ടു ഫെർദർ സ്യൂട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്? സെക്ഷൻ 11 സെക്ഷൻ 21A, 34 ക്ലോസ് 2, 47 ക്ലോസ് 1, 95 ക്ലോസ് 2, 144 ക്ലോസ് 2. ഓർഡേഴ്സിലാണെങ്കിൽ ഇത് സെക്ഷൻസിലാണ്, എവിടെയൊക്കെയാണ് ഏതൊക്കെ സെക്ഷൻസിലാണ് ബാർ ടു ഫ്രഷ് സ്യൂട്ട് വരുന്നത് എന്നുള്ളത്. ദെൻ ഓർഡേഴ്സ് ഏതൊക്കെ ഓർഡേഴ്സിലാണ്? ഓർഡർ 22 റൂൾ 9, ഓർഡർ 23 റൂൾ 1 ആൻഡ് റൂൾ 3A, ഓർഡർ 2 റൂൾ 2, ഓർഡർ 11 റൂൾ 21 ക്ലോസ് 2, ദെൻ ഓർഡർ 9 റൂൾ 9, ഓർഡർ 33 റൂൾ 50. അപ്പൊ ഈ ഓർഡേഴ്സിലും അല്ലെങ്കിൽ ഈ സെക്ഷനിൽ എങ്ങനെയാണ് ഈ ഒരു ഫ്രഷ് സ്യൂട്ട് ബാർഡ് ആയിട്ട് മാറുന്നത്? അത് നമുക്ക് ഓരോരോ സെക്ഷൻസും അതേപോലെ ഈ ഓരോ പർട്ടിക്കുലർ ഓർഡേഴ്സും നോക്കിയിട്ട് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ എന്താ, സെക്ഷൻ 11. സെക്ഷൻ 11 നമുക്ക് അറിയാം എന്താണ്. ഓൾറെഡി ഒരു പർട്ടിക്കുലർ കേസ്, ഒരു സ്യൂട്ട് എന്താണ് ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഹേർഡ് ആൻഡ് ഫൈനലി ഡിസൈഡഡ് ബൈ എ കോമ്പറ്റന്റ് കോർട്ട് ആണെന്നുണ്ടെങ്കിൽ സെയിം സ്യൂട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, സബ്സിക്വന്റ്ലി റേസ് ചെയ്യാൻ സാധിക്കില്ല. അത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ്. സോ സെക്ഷൻ 11 നമുക്ക് പറയാം ഇറ്റ് ഈസ് ബാർ ടു ഫെർദർ സ്യൂട്ട്. സെയിം ഇഷ്യൂ, സെയിം പാർട്ടീസ്, സെയിം കോസ് ഓഫ് ആക്ഷൻ, സെയിം ഇഷ്യൂല് ഫെർദർ സ്യൂട്ട് ഫയൽ ചെയ്യാൻ പറ്റില്ല. സോ റെസ് ജുഡിക്കേറ്റിൽ എങ്ങനെയാണ് പറയുന്നത്? ഇറ്റ് പ്രൊഹിബിറ്റ്സ് ദ ട്രയൽ ഓഫ് എനി സ്യൂട്ട് ഓർ ഇഷ്യൂ which has been directly and substantially an issue in a formal suit between the same parties and has been heard and finally decided by a competent court. അപ്പൊ എന്ത് ചെയ്യാൻ സാധിക്കില്ല? You cannot re-litigate a matter that has already been conclusively judged. അപ്പൊ ഓൾറെഡി കൺക്ലൂസീവ്ലി ജഡ്ജ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് എന്ത് സാധിക്കില്ല, അത് വീണ്ടും നമുക്ക് ഫെർദർ സ്യൂട്ട് ആയിട്ട് വരാനായിട്ട് സാധിക്കില്ല. ദെൻ അടുത്തത് സെക്ഷൻ 21A. സെക്ഷൻ 21A ഡീൽ ചെയ്യുന്നത് നമ്മുടെ ലാക്ക് ഓഫ് ജൂറിസ്ഡിക്ഷൻ കാരണം എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എപ്പോ റേസ് ചെയ്യണം എന്നുള്ള പറയുന്ന ഒരു പ്രൊവിഷൻ ആണ് സെക്ഷൻ 21A. അപ്പൊ നമുക്കിപ്പോ സെക്ഷൻ 12 എത്തിയല്ലോ, 21A നമ്മൾ ഡീൽ ചെയ്ത് വരും. സോ നമുക്ക് എങ്ങനെയാണ് ഫെർദർ സ്യൂട്ട് എങ്ങനെയാണ് 21A എങ്ങനെയാണ് ബാർ ചെയ്തത് എന്നുള്ള കാര്യം മാത്രം നോക്കാം. സോ 21A
മെയിൻ കോൺസെപ്റ്റ് പറയുന്നത് നമുക്കിപ്പോ ഏതെങ്കിലും ജൂറിസ്ഡിക്ഷനിലെ എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോ റേസ് ചെയ്യണം എന്നുള്ളതാണ്. സോ സെക്ഷൻ 21A ഇതും കൂടെ പറയുന്നു, ബാർ ഓൺ എ സ്യൂട്ട് ടു സെറ്റ് അസൈഡ് ഡിഗ്രി ഓൺ ഒബ്ജക്ഷൻ ആസ് ടു ദി പ്ലേസ് ഓഫ് സ്യൂയിങ്. അപ്പൊ എന്താണ് സെക്ഷൻ 21 ചെയ്യുന്നത്? ഇറ്റ് പ്രിവെന്റ്സ് റീലിറ്റിഗേഷൻ ഓഫ് കേസസ് solely on ground of improper territorial jurisdiction after a decree has been passed. അപ്പൊ ഒരു കോടതി എന്ത് ചെയ്യുന്നു? ഒരു ഡിഗ്രി പാസ് ചെയ്തു. അതിനുശേഷം രണ്ടാമതൊരു സ്യൂട്ട് മൂവ് ചെയ്യാണ്. ആദ്യത്തെ കോടതിക്ക് എന്തുണ്ടായിരുന്നില്ല? ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യം എടുത്തിട്ടുള്ള ആ ഒരു ഡിഗ്രി സെറ്റ് അസൈഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പ്ലേസ് ഓഫ് സ്യൂയിങ്ങിന്റെ കാരണം പറഞ്ഞ് സബ്സിക്വന്റ് സ്യൂട്ട് ആയിട്ട് പോവുകയാണ്. അങ്ങനെ സബ്സിക്വന്റ് സ്യൂട്ട് ആയിട്ട് പോവാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് സെക്ഷൻ 21A പറയുന്നത്. സോ 21A പറയുന്നത് സ്പെസിഫിക് ആയിട്ട് പ്ലേസ് ഓഫ് സ്യൂയിങ്ങിന്റെ ഒബ്ജക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്ഷന്റെ എന്താണ്, നമുക്കൊരു സെപ്പറേറ്റ് സ്യൂട്ട് ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല? മൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് 21A സ്പെസിഫിക് ആയിട്ട് പറയുന്നു. സോ നോ സ്യൂട്ട് ക്യാൻ ബി ഫയൽഡ്. സ്യൂട്ട് ഫയൽ ചെയ്യാൻ പറ്റില്ല. എന്തിന്? ടു സെറ്റ് അസൈഡ് എ ഡിഗ്രി ഫ്രം എ ഫോമർ സ്യൂട്ട്. അപ്പൊ ഒരു ഫോമർ സ്യൂട്ട് ഉണ്ട്, അതിലൊരു ഡിഗ്രി വന്നിട്ടുണ്ട്, ആ ഡിഗ്രി സെറ്റ് അസൈഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സബ്സിക്വന്റ് സ്യൂട്ട് പോകുന്നത്. ആ സ്യൂട്ടിന്റെ നേച്ചർ എങ്ങനെയാണ്? ബിറ്റ്വീൻ ദ സെയിം പാർട്ടീസ് ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് ദ കോർട്ട് ലാക്ഡ് ദി അപ്രോപ്രിയേറ്റ് പ്ലേസ് ഓഫ് സ്യൂയിങ്. അപ്പൊ നമ്മൾ സബ്സിക്വന്റ് സ്യൂട്ട് എന്തിനാണ് ഫയൽ ചെയ്യുന്നത്? ആദ്യം ഏത് കോടതിയാണോ ഇത് ഹിയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ കോർട്ടിന് എന്തുണ്ടായിട്ടുണ്ടായിരുന്നില്ല? ഒരു ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള ഒരു ഗ്രൗണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇതിനെ സെറ്റ് അസൈഡ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എന്ത് നിലനിൽക്കില്ല? സെപ്പറേറ്റ് സ്യൂട്ട് നിലനിൽക്കില്ല. സോ അപ്ലൈസ് ടു ദ സെയിം പാർട്ടീസ് ഓർ ദ ലീഗൽ റെപ്രസെന്റേറ്റീവ്സ്. ദ പാർട്ടീസ് മസ്റ്റ് ബി ലിറ്റിഗേറ്റിംഗ് അണ്ടർ ദ സെയിം ടൈറ്റിൽ. ഒബ്ജക്ഷൻ മസ്റ്റ് ബി സ്പെസിഫിക്കലി അബൌട്ട് ദ പ്ലേസ് ഓഫ് സ്യൂയിങ്. അപ്പൊ ഇത് എന്തിനെ കുറിച്ച് മാത്രം പറയുന്നത്? ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷന്റെ ഒബ്ജക്ഷനെ കുറിച്ച് മാത്രമാണ് സെക്ഷൻ 21A പറയുന്നത്. ദെൻ അതിന്റെ എക്സാമ്പിൾ നോക്കൂ. A വേഴ്സസ് B. A വേഴ്സസ് B എന്ത് ചെയ്യാണ്? A എന്തിനോ സ്യൂട്ട് ഫയൽ ചെയ്യുന്നത്? സ്യൂസ് B ഫോർ റിക്കവറി ഓഫ് 5 lakh owed under a contract and the civil court in city X. അപ്പൊ സ്യൂട്ട് ഫയൽ ചെയ്തിരിക്കുന്നത് സിറ്റി എക്സിലാണ്. കോർട്ട് ഇൻ സിറ്റി എക്സ് പാസസ് എ ഡിഗ്രി ഇൻ ഫേവർ ഓഫ് A. എക്ക് ഫേവർ ആയിട്ട് തന്നെ ഡിഗ്രി വന്നു സിറ്റി എക്സില്. ദെൻ എന്ത് ചെയ്യാണ്? സബ്സിക്വന്റ് സ്യൂട്ട് ആയിട്ട് A വേഴ്സസ് B തന്നെ പോവാണ്. A എന്ത് ചെയ്യാണ്? ഫ്രഷ് സ്യൂട്ട് ഇൻ സിറ്റി വൈയില് സ്യൂട്ട് ഫയൽ ചെയ്യുന്നു. എന്താണ് ആർഗ്യൂ ചെയ്യുന്നത്? സിറ്റി എക്സ് ഹാഡ് നോ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ. അപ്പൊ പ്ലേസ് ഓഫ് സ്യൂയിങ് എന്ന് പറയുന്നത് ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ആണ്. സോ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ടായിരുന്നില്ല മുൻപത്തെ കോടതിയിൽ, അതുകൊണ്ട് തന്നെ ആ ഡിഗ്രി സെറ്റ് അസൈഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് A എന്ത് ചെയ്യാണ്? ഒരു ഫ്രഷ് സ്യൂട്ട് മൂവ് ചെയ്യാം. സോ അത് എന്ത് ചെയ്യാൻ പറ്റില്ല? അതങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അത് എവിടെ പറയുന്നു? സെക്ഷൻ 21A തന്നെ സ്പെസിഫിക് ആയിട്ട് അത് പറയുന്നു. അതുകൊണ്ടാണ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റാത്തത്. So section 21A CPC bars this suit. A cannot re-litigate the case just because he thinks that the court in city X was the wrong place to sue. അപ്പൊ സിറ്റി എക്സ് ഒരു റോങ് പ്ലേസ് ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അത് പ്ലേസ് ഓഫ് സ്യൂയിങ്ങിന്റെ ഗ്രൗണ്ടിൽ ആ ഡിഗ്രി സെറ്റ് അസൈഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് സബ്സിക്വന്റ് സ്യൂട്ട് പോകാൻ പറ്റില്ല എന്ന് സെക്ഷൻ 21A എക്സ്പ്രസ്ലി പറയും. ദെൻ നെക്സ്റ്റ് സെക്ഷൻ 34 ക്ലോസ് 2. അപ്പൊ ഏതൊക്കെ ഫർദർ സ്യൂട്ട് ബാർ ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ പറയുന്നത് സെക്ഷൻ 11 ആയിരുന്നു. നെക്സ്റ്റ് വരുന്നത് സെക്ഷൻ 21A. ദെൻ അടുത്തത് സെക്ഷൻ 34 ക്ലോസ് 2. 34 സെക്ഷൻ ഡീൽ ചെയ്യുന്നത് ഇൻട്രസ്റ്റിനെ കുറിച്ചാണ്. ഇൻട്രസ്റ്റിനെ കുറിച്ച് സെക്ഷൻ 34 പറയുമ്പോൾ നമുക്ക് 3 എന്തുണ്ട്? ഇൻട്രസ്റ്റ് ഉണ്ട്. ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ സ്യൂട്ടിന്റെ മുൻപുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ ഡെപ്റ്റിന്റെ ഇത്ര ഡെപ്റ്റ് പ്ലസ് ഇത്ര ഇൻട്രസ്റ്റ്. അപ്പൊ നമ്മൾ സ്യൂട്ടിന്റെ മുൻപുള്ള ഇൻട്രസ്റ്റ് ഒരു ഇൻട്രസ്റ്റ്. ദെൻ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് പ്രൊസീഡിങ്സ് നമുക്ക് ആ ഒരു ടൈം പീരീഡിലുള്ള ഇൻട്രസ്റ്റ്. ദെൻ ഡിഗ്രി വന്നതിന് ശേഷം ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ഡിഗ്രി ടിൽ ദ റിയലൈസേഷൻ ഓഫ് എമൗണ്ട് ഒരു ഇൻട്രസ്റ്റ്. അപ്പൊ ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ഡിഗ്രി ടിൽ ദ റിയലൈസേഷൻ ഓഫ് ദി എമൗണ്ട് എന്ന് പറയുന്ന ആ ഒരു ടൈമിൽ കൊടുക്കുന്ന ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ ഫർദർ ഇൻട്രസ്റ്റ് എന്ന പേരിൽ പറയുന്നത്. അപ്പൊ 3 ഇൻട്രസ്റ്റ് ഉണ്ട്. ഒന്ന് നമ്മൾ എമൗണ്ട് ക്ലെയിം ചെയ്യാൻ, ഒരു 5 lakh ക്ലെയിം ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പോ സ്യൂട്ട് ഫയൽ ചെയ്യുന്നത് 5 lakh rupees-നാണെങ്കിൽ 5 lakhും എന്താണ് വിത്ത് ഇൻട്രസ്റ്റ് എന്ന് പറയും. സോ ആ ഒരു ഇൻട്രസ്റ്റ് ബിഫോർ സ്യൂട്ടിലുള്ള ഇൻട്രസ്റ്റ് ആണ്. ദെൻ നമുക്ക് ഈ കേസ് കഴിയാൻ ഒരു 4 വർഷമോ 3 വർഷമോ എടുത്തു. സോ ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് പ്രൊസീഡിങ്സിൽ ആ എമൗണ്ടിന് വന്നിട്ടുള്ള ഇൻട്രസ്റ്റ് അത് ഡ്യൂറിംഗ് ദ പ്രൊസീഡിംഗ്. ദെൻ അതിനുശേഷം ഡിഗ്രി വന്നതിന് ശേഷം ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ഡിഗ്രി
till the realization of amount ഒരു interest. ആ from the date of decree till the realization of amount വരുന്ന interest നമ്മൾ further interest എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 34 ക്ലോസ് 2 ഇത് പറയുന്നത് പ്രിവെന്റ്സ് ദ ഫയലിംഗ് ഓഫ് സെപ്പറേറ്റ് ലോ സ്യൂട്ട്. ആസ് യൂഷ്വൽ പ്രത്യേകമായിട്ട് ഒരു സ്യൂട്ട് ആയിട്ട് പോകരുത്. എന്തിനു വേണ്ടിയിട്ട്? ടു ക്ലെയിം ഇൻട്രസ്റ്റ് ഫോർ ദ പീരീഡ് ആഫ്റ്റർ ദ ഡിഗ്രി ഹാസ് ബീൻ പാസ്ഡ് ഇഫ് ദ ഒറിജിനൽ ഡിഗ്രി ഈസ് സൈലന്റ് ഓൺ ദിസ് മാറ്റർ. അപ്പൊ എന്ത് ചെയ്തിട്ടില്ല? കോർട്ട് ജഡ്ജ്മെന്റ് പാസ്സാക്കുന്ന സമയത്ത് ഡിഗ്രിയിൽ എന്തില്ല? ഫെർദർ ഇൻട്രസ്റ്റിനെ കുറിച്ചുള്ള പരാമർശമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് റെഫ്യൂസ്ഡ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക. സോ ഫെർദർ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? സെപ്പറേറ്റ് ലോ സ്യൂട്ട് കൊടുക്കാനായിട്ട് സാധിക്കില്ല. സോ വേറെ മണി ഡിക്രീസ് സൈലന്റ് റിഗാർഡിംഗ് ദ പേയ്മെന്റ് ഓഫ് ഫെർദർ ഇൻട്രസ്റ്റ് ഓൺ ദ പ്രിൻസിപ്പൽ സം ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ഡിഗ്രി അൺടിൽ ദി ഡേറ്റ് ഓഫ് ദി പേയ്മെന്റ്. അപ്പൊ ഫ്രം ദ ഡേറ്റ് ഓഫ് ഡിഗ്രി അൺടിൽ ദ ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഉള്ള ഫർദർ ഇൻട്രസ്റ്റിനെ കുറിച്ച് ഡിഗ്രി സൈലന്റ് ആണെന്നുണ്ടെങ്കിൽ ദ കോർട്ട് ഇസ് ഡീംഡ് ടു ഹാവ് റെഫ്യൂസ്ഡ് സച്ച് ഇൻട്രസ്റ്റ്. അതിന്റെ അർത്ഥം കോർട്ട് അത് റെഫ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ സാധിക്കില്ല? a separate suit to claim this interest is expressly barred. അതാണ് സെക്ഷൻ 34 ക്ലോസ് 2 പറയുന്നത്. സോ 34 ഇൻട്രസ്റ്റ് ആണ് ഡീൽ ചെയ്യുന്നത്. 3 സ്റ്റേജസിലായിട്ടുള്ള ഇൻട്രസ്റ്റിൽ പറയുന്നുണ്ട്. ഫർദർ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ഡിഗ്രി ടിൽ ദ റിയലൈസേഷൻ ഓഫ് ദി എമൗണ്ട് ആണ്. അപ്പൊ ആ ഒരു ഫർദർ ഇൻട്രസ്റ്റിനെ കുറിച്ച് കോർട്ട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇറ്റ് ഈസ് റെഫ്യൂസ്ഡ് എന്നുള്ളതാണ്. അത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് സെപ്പറേറ്റ് സ്യൂട്ട് എന്ത് ചെയ്യില്ല, നിൽക്കില്ല. ദെൻ it applies only to the decree for payment of money and the decree must be silent on further interest. Further interest എന്ന് പറയുന്നത് interest from the date of the decree to the date of payment or other earlier date. This silence is legally considered as refusal to grant such interest. അത് നമ്മൾ എങ്ങനെ കണക്കാക്കാം? refused ആയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് കണക്കാക്കുക. Then അതിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ A sues B for 10 lakh owed under a contract. Court grants a money decree in favor of A on 1st January 2025, ordering B to pay 10 lakh. The decree does not mention any interest from the date of decree until actual payment. So further interest ne kurichu decree silent ആണ്. On 1st July 2025, A files a new suit claiming interest from 1st January to 1st July. അപ്പൊ ഇതെന്താണ്? അപ്പൊ ഫെർദർ ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്തുകൊണ്ട് സെപ്പറേറ്റ് സ്യൂട്ട് മൂവ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിക്കും? ബൈ ലോ ദ സൈലൻസ് ഇസ് ഡീംഡ് എ റിഫ്യൂസൽ ടു ഗ്രാന്റ് ഇൻട്രസ്റ്റ്, therefore A cannot file a separate suit for interest accrued after a decree. അപ്പൊ ഫെർദർ സ്യൂട്ട് അവിടെ എന്തില്ല, സബ്സിക്വന്റ് സ്യൂട്ട് ആയിട്ട് നിൽക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. സോ സെക്ഷൻ 11 ഉണ്ട്, സെക്ഷൻ 21A ഉണ്ട്, സെക്ഷൻ 34 ക്ലോസ് 2 ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ പ്രിലിംസിന് ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ ബാർ ടു ഫെർദർ സ്യൂട്ടിൽ ഏതൊക്കെ സിറ്റുവേഷൻസ് ആയിരിക്കും തരുന്നത്? ഓപ്ഷൻ 3 ഓപ്ഷൻസും നമുക്ക് ഇതിൽ വരുന്ന ഓപ്ഷൻസും ദെൻ ഏതെങ്കിലും വരാത്ത ഒരു ഓപ്ഷൻ ആയിരിക്കും ഡീൽ വരാം. സോ ഇതിൽ ഏത് സിറ്റുവേഷനിലാണ് ഫെർദർ സ്യൂട്ട് ബാർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൽ റോങ് ഓപ്ഷൻ ഏതാണ് എന്നുള്ള രീതിയിലായിരിക്കും. അപ്പൊ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഫെർദർ സ്യൂട്ട് ബാർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ദെൻ അടുത്ത വരുന്ന സിറ്റുവേഷൻ സെക്ഷൻ 47 ക്ലോസ് 1 ആണ്. സോ സെക്ഷൻ 41 ക്ലോസ് 1 എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ എക്സിക്യൂഷൻ പോർഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ട ഒരു സെക്ഷൻ ആണ് സെക്ഷൻ 41. അപ്പൊ 41ല് ഡീൽ ചെയ്യുന്ന കോൺസെപ്റ്റ് എന്താന്ന് വെച്ചാല് ഒരു എക്സിക്യൂട്ടിംഗ് കോർട്ട് എന്തൊക്കെ കാര്യങ്ങള് ഡിറ്റർമൈൻ ചെയ്യണം എന്ന് വെച്ചാല് ഇഫ് ദർ ഇസ് എ ക്വസ്റ്റ്യൻ ആസ് ടു ദി എക്സിക്യൂഷൻ, ഡിസ്ചാർജ്, സാറ്റിസ്ഫാക്ഷൻ, ഈ 3 കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങളെ കുറിച്ച് ആ ഡിക്രിയുടെ എക്സിക്യൂഷനെ കുറിച്ചിട്ടോ ആ ഡിക്രിയുടെ സാറ്റിസ്ഫാക്ഷനെ കുറിച്ചിട്ടോ ആ ഡിക്രിയുടെ ഡിസ്ചാർജിനെ കുറിച്ചിട്ടോ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് എക്സിക്യൂട്ടിംഗ് കോർട്ടിൽ തന്നെ എന്ത് ചെയ്യണം, ഡിറ്റർമൈൻ ചെയ്യണം. സെപ്പറേറ്റ് സ്യൂട്ട് ആയിട്ട് മൂവ് ചെയ്യരുത് എന്നുള്ളതാണ് സെക്ഷൻ 47ൽ പറയുന്നത്. ഓക്കെ, സോ സെക്ഷൻ 47 purpose to provide a single efficient forum for resolving all post decree dispute and to prevent a multiplicity of suit. അപ്പൊ സെക്ഷൻ 41ൽ എന്താ പറയുന്നത്? പോസ്റ്റ് ഡിഗ്രി എന്നുവെച്ചാൽ എക്സിക്യൂഷൻ സ്റ്റേജിൽ ആ ഡിഗ്രിയെ ബന്ധപ്പെട്ടിട്ടുള്ള എക്സിക്യൂഷൻ സെക്ഷൻ 47. പേര് കുറച്ച് പറയോ? എനിക്ക് സിവിൽ വലിയ ഐഡിയ ഇല്ല, അപ്പൊ പേരിൽ പറയുമ്പോൾ കിട്ടുന്നില്ല. എന്താണ് സ്പീഡിൽ പറയുമ്പോഴേ പെട്ടെന്ന് മനസ്സിലാവണില്ല.
സെക്ഷൻ സിവിൽ ആയതുകൊണ്ട് സിവിൽ അത്ര അറിയില്ല, അപ്പം സ്പീഡിൽ പറയുമ്പോൾ മനസ്സിലാവുന്നില്ല. ഓക്കെ ഓക്കെ, സ്ലോലി പറയാം. സെക്ഷൻ 47 ഡീൽ ചെയ്യുന്നത് ഒരു ഡിഗ്രി എക്സിക്യൂഷൻ സ്റ്റേജിലേക്ക് വന്നിട്ട് എക്സിക്യൂഷൻ സ്റ്റേജിൽ ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എക്സിക്യൂഷനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഡിസ്ചാർജിനെ കുറിച്ചുള്ള ആ ഡിഗ്രിയുടെ എങ്ങനെയാണ് ആ ഡിഗ്രി ഡിസ്ചാർജ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ചാൽ എന്തെങ്കിലും എമൗണ്ട് സാറ്റിസ്ഫാക്ഷനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം. സോ ഈ 3 കാര്യങ്ങളെ കുറിച്ചുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? സെപ്പറേറ്റ് സ്യൂട്ട് എന്ന രീതിയിൽ പോവാതെ ഏത് കോർട്ടാണോ എക്സിക്യൂട്ടിംഗ് ചെയ്യുന്നത് ആ കോടതി തന്നെ ഡിറ്റർമൈൻ ചെയ്യണം എന്നുള്ളതാണ് സെക്ഷൻ 47ന്റെ ഒരു ക്രക്സ് എന്ന് പറഞ്ഞാല്. സോ കീ റൂൾ എന്ന് പറയുന്നത് എന്താ? ഓൾ ക്വസ്റ്റ്യൻസ്, എല്ലാ ക്വസ്റ്റ്യൻസും അറൈസിംഗ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ടു ദ സ്യൂട്ട് or their representatives that relate to the execution, discharge or satisfaction of a decree. അപ്പൊ എന്തിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്? എക്സിക്യൂഷൻ, ഡിസ്ചാർജ് ഓർ സാറ്റിസ്ഫാക്ഷൻ ഡിഗ്രി. ആര് ഡിറ്റർമൈൻ ചെയ്യണം? മസ്റ്റ് ബി ഡിറ്റർമൈൻഡ് ബൈ ദ കോർട്ട് എക്സിക്യൂട്ടിംഗ് ദ ഡിഗ്രി. ഡിഗ്രി എക്സിക്യൂട്ടിംഗ് ചെയ്യുന്ന കോടതി വേണം ഈ ക്വസ്റ്റ്യൻസ് ഡിറ്റർമൈൻ ചെയ്യാൻ, ആൻഡ് നോട്ട് ബൈ എ സെപ്പറേറ്റ് സ്യൂട്ട്. അതല്ലാതെ എന്ത് ചെയ്യാനല്ല, സെപ്പറേറ്റ് സ്യൂട്ട് വഴിയല്ല ഈ ഒരു ക്വസ്റ്റ്യൻസ് ഡിറ്റർമൈൻ ചെയ്യേണ്ടത് എന്നുള്ളത് എക്സ്പ്രസ്ലി എന്തിൽ തന്നെ പറയുന്നുണ്ട്? സെക്ഷൻ 47 തന്നെ പറയുന്നുണ്ട്. ദെൻ പാർട്ടീസ്, ദ ക്വസ്റ്റ്യൻ മസ്റ്റ് ബി ബിറ്റ്വീൻ ദ പാർട്ടീസ് ടു ദ ഒറിജിനൽ സ്യൂട്ട് ആൻഡ് ദർ ലീഗൽ റെപ്രസെന്റേറ്റീവ്സ്. അപ്പൊ ഈ നമ്മൾ പറഞ്ഞു എന്താണ്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണോ ബിറ്റ്വീൻ ദ പാർട്ടീസ് വരുന്നത്. അപ്പൊ പാർട്ടീസ് എന്ന് പറയുമ്പോൾ അതിൽ ആരൊക്കെ വരും? പാർട്ടീസ് ടു ദി ഒറിജിനൽ സ്യൂട്ടും വരും, അവരുടെ ലീഗൽ റെപ്രസെന്റേറ്റീവ്സും വരും. അതാണ് പാർട്ടീസ് എന്ന് പറഞ്ഞുള്ള ടേമിൽ അണ്ടറിൽ വരുന്നത്. സോ എനി ക്വസ്റ്റ്യൻസ് അറൈസിംഗ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ദാറ്റ് റിലേറ്റിംഗ് ടു ദി എക്സിക്യൂഷൻ, ഡിസ്ചാർജ് ഓർ സാറ്റിസ്ഫാക്ഷൻ മസ്റ്റ് ബി ഡിറ്റർമൈൻഡ് ബൈ ദി കോർട്ട് എക്സിക്യൂട്ടിംഗ്. അപ്പൊ കോർട്ട് എക്സിക്യൂട്ടിംഗ് ഏതാണ് കോടതി, അവരെ തന്നെ ഡിറ്റർമൈൻ ചെയ്യണം. സോ ദ ക്വസ്റ്റ്യൻ മസ്റ്റ് ഡയറക്ട്ലി റിലേറ്റിംഗ് ടു ദി എക്സിക്യൂഷൻ, ഡിസ്ചാർജ് ഓർ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ ഡിഗ്രി. അപ്പൊ ഇത്രയാണ് സെക്ഷൻ 47 ഒരു ക്രക്സ് എന്ന് പറഞ്ഞാല്. ഇത് നമ്മൾ ഓരോ സെക്ഷനും ഡീറ്റെയിൽ ആയിട്ട് ഡീൽ ചെയ്ത് പോകും. നമ്മൾ സെക്ഷൻ 12ന്റെ അപ്ലിക്കേഷൻ വരുന്നത് കൊണ്ട് നമുക്ക് അത് എങ്ങനെയാണ് അപ്ലിക്കേഷൻ വരുന്നത് എന്നുള്ള കാര്യം മാത്രം നോക്കുകയാണ്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് സെക്ഷൻ 47 നമ്മൾ എടുക്കും. സോ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എന്താണ്? A sues B for 10 lakh under a contract. The court X passes a money decree in favor of A on 1st January 2025, ordering B to pay 10 lakh. അപ്പോ ഡിഗ്രി വന്നു. അപ്പൊ 10 ലക്ഷം രൂപയ്ക്ക് ഒരു കോൺട്രാക്ടിന്റെ ബേസിൽ സ്യൂട്ട് ഫയൽ ചെയ്യുന്നു. ബിയുടെ അടുത്ത് 10 ലക്ഷം പേ ചെയ്യാനായിട്ട് ഡിഗ്രിയും വരുന്നു. പോസ്റ്റ് ഡിഗ്രിയിൽ എന്ത് സംഭവിക്കുകയാണ്? ബി പേസ് 5 lakh. അപ്പൊ 5 ലക്ഷം രൂപ ബി പേ ചെയ്തു. ബട്ട് ഡിസ്പ്യൂട്ട്സ് ദ ബാലൻസ്. പക്ഷെ 10 ലക്ഷത്തിന്റെ ഡിഗ്രിയിൽ 5 ലക്ഷം പേ ചെയ്തു ബാക്കിയുള്ള 5 ലക്ഷം ഡിസ്പ്യൂട്ട് ചെയ്യാൻ. എന്തുകൊണ്ടാണ് ഡിസ്പ്യൂട്ട് ചെയ്യുന്നത്? ക്ലെയിമിംഗ് he already paid part of the amount or some set of is applicable. അപ്പൊ അവര് എന്തുകൊണ്ടാണ് ഡിസ്പ്യൂട്ട് ചെയ്യുന്നത്? ബാക്കിയുള്ള 5 ലക്ഷം ഞാൻ ഓൾറെഡി പേ ചെയ്തിട്ടുണ്ട്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സെറ്റ് ഓഫ് അവർക്ക് അപ്ലിക്കബിൾ ആണ്. സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് 2 എമൗണ്ട് വെച്ചിട്ട് നമുക്ക് ടോട്ടൽ ഡിഗ്രീനെ റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ വേരിയേഷൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. അപ്പൊ മുൻപ് തന്നെ എന്താണ് എയും ബി നമ്മൾ വേറെ ഏതെങ്കിലും ട്രാൻസാക്ഷൻ വഴി എന്താണ് ബി ഓൾറെഡി അല്ലെങ്കിൽ ഒരു ബിന്റെ അടുത്ത് എക്ക് ഒരു വേറൊരു ലയബിലിറ്റി ഉണ്ടാവുകയോ ആ ലയബിലിറ്റിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും എമൗണ്ട് പേ ചെയ്യുകയോ ആ എമൗണ്ട് ഇതിൽ നിന്ന് കുറച്ച് കിട്ടണം എന്ന് പറയുന്നത് മീൻസ് റിഡക്ഷൻ ഓഫ് ദി ടോട്ടൽ എമൗണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു സ്റ്റെപ്പാണ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഓർഡർ ചെയ്തിട്ട് പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ സെറ്റ് ഓഫ് ഇവിടെ ഉണ്ട്. അതല്ല എങ്കിൽ മുൻപ് തന്നെ ഞാൻ ഓൾറെഡി പാർട്ട് പേയ്മെന്റ് നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഡിസ്പ്യൂട്ടിങ് ചെയ്യാം. സോ ഇവിടെ എന്ത് സംഭവിച്ചു? എക്സിക്യൂഷൻ സ്റ്റേജിൽ വന്നപ്പോ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായി. ഇങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് വരികയാണെങ്കിൽ എന്താണ് സെക്ഷൻ 47 പറയുന്നത്? We cannot file a separate suit in a different court to question the balance of the decree. അപ്പോ ഇങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് ആസ് ടു ദി എന്താണ് ഡിഗ്രി ഇൻ എക്സിക്യൂഷൻ കംസ് ചെയ്യുകയാണെങ്കിൽ വരികയാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് സ്യൂട്ട് വഴി എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഇത് നമുക്ക് ഹിയർ ചെയ്യേണ്ട കാര്യമില്ല. പകരം നമുക്ക് എന്ത് ചെയ്യാം? എക്സിക്യൂട്ടിംഗ് കോർട്ടിൽ തന്നെ ഈ ക്വസ്റ്റ്യൻ ഡിറ്റർമൈൻ ചെയ്യണം എന്നുള്ളതാണ് സെക്ഷൻ 47 പറയുന്നത്. സോ സെക്ഷൻ 12 എന്താണ് പറയുന്നത്? ബാർ ടു ഫെർദർ സ്യൂട്ട് ആണ്. സോ സെക്ഷൻ 47 പറയുന്നു ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ
സെപ്പറേറ്റ് സ്യൂട്ട് ആയിട്ട് പോകരുത്. അപ്പൊ എന്ത് ചെയ്തു? ഫെർദർ സ്യൂട്ട് തന്നെ ബാർ ചെയ്തു. സെയിം കോർട്ട് തന്നെ അത് ഡിറ്റർമൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഇതാണ് സെക്ഷൻ 47 എങ്ങനെയാണ് സെക്ഷൻ 12ന്റെ അപ്ലിക്കേഷൻ വരുന്നത് എന്നുള്ളത്. ദെൻ അടുത്തത് സെക്ഷൻ 95. 95 എന്ന് പറയുന്നത് കോമ്പൻസേഷൻ ആണ്. സ്യൂട്ട് ഫോർ കോമ്പൻസേഷൻ. കോമ്പൻസേഷൻ നമ്മൾ പേ ചെയ്യുന്നത് എപ്പോഴാണ്? സാധാരണ രീതിയിലാണെങ്കിലും എപ്പോഴാണെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കണമെങ്കിൽ someone should be aggrieved. അതൊരു ലോസോ ഇഞ്ചുറിയോ എന്തെങ്കിലും രീതിയിലൊരു സഫറിങ് ഉണ്ടായിരിക്കണം. ഈ സഫർ ചെയ്യുന്ന വ്യക്തികൾക്ക് കൊടുക്കുന്ന പേയ്മെന്റ് ആണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ കോസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചെലവാണ്. ചെലവ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ? കോസ്റ്റ് ടു ദി പ്രൊസീഡിങ്സ്, അതൊക്കെ കോസ്റ്റ് ആണ്. കോമ്പൻസേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു അഗ്രീവ്ഡ് പാർട്ടി ഉണ്ടായിരിക്കും. ദാറ്റ് പേഴ്സൺ മസ്റ്റ് ഹാവ് സഫേർഡ് എനി ലോസ് ഓർ ഇഞ്ചുറി ഉണ്ടായിരിക്കും. സോ സെക്ഷൻ 95 എങ്ങനെയാന്ന് വെച്ചാല് കോമ്പൻസേഷൻ വരുന്നത് എപ്പോഴാന്ന് വെച്ചാല് എന്തെങ്കിലും ഒരു റോങ്ഫുൾ ആയിട്ടുള്ള ഒരു ഫോൾസ് അക്യൂസേഷനോ റോങ്ഫുൾ ലീഗൽ പ്രോസസ്സ് വരികയും അതുവഴി ഡിഫൻഡന്റിന് സഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ദ പ്ലെയിന്റിഫ് വിൽ ബി റിക്വയർഡ് ടു പേ ദ കോമ്പൻസേഷൻ. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ആണ് സെക്ഷൻ 95 വരുന്നത്. ഫോൾസ് അക്യൂസേഷൻസ് അത് പ്ലെയിന്റിഫ് ആയിരിക്കാം അല്ലെങ്കിൽ ഡിഫൻഡ് ആയിരിക്കാം. രണ്ട് പാർട്ടീസിനും സെക്ഷൻ 95 അപ്ലിക്കബിൾ ആണ്. സോ ഇതിന്റെ പർപ്പസ് നോക്കിക്കോളൂ. ടു പ്രൊവൈഡ് എ കംപ്ലീറ്റ് ആൻഡ് ഫൈനൽ റെമഡി within the original suit itself for a defendant who has suffered due to wrongful legal process initiated by the plaintiff. So ഇവിടെ ഒരു ഇൻസ്റ്റൻസ് എടുത്തിരിക്കുന്നത് പ്ലെയിന്റിഫ് ഒരു എന്ത് ചെയ്യണം? ഒരു റോങ്ഫുൾ ലീഗൽ പ്രോസസ് ഇനീഷ്യേറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഡിഫൻഡന്റിന് എന്ത് സംഭവിച്ചു? ഹി ഹാസ് സഫേർഡ്, അദ്ദേഹത്തിന് സഫറിങ് കോസ് ആയി. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഒറിജിനൽ സ്യൂട്ടിൽ തന്നെ എന്ത് ചെയ്യണം? റെമഡി കണക്കാക്കണം. അതല്ലാതെ എനിക്കുണ്ടായ സഫറിങ്ങിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റില്ല? സെപ്പറേറ്റ് സ്യൂട്ട് ഫോർ കോമ്പൻസേഷൻ ചോദിച്ച് പോകാൻ പറ്റില്ല. അതാണ് സെക്ഷൻ 95 പറയുന്നത്. സോ കീ റൂൾ നോക്കിക്കോളൂ. ആൻ ഓർഡർ പാസ്ഡ് ബൈ ദ കോർട്ട് ഓൺ an application for compensation under section 95 for obtaining arrest, attachment or injunction on insufficient grounds. അപ്പോ പ്ലെയിന്റിഫ് കൊടുത്തിട്ടുള്ള ഇൻസഫിഷ്യന്റ് ഗ്രൗണ്ട്സിന്റെ ബേസിലുള്ള ഒരു പ്ലെയിന്റോ അല്ലെങ്കിൽ അപ്ലിക്കേഷനോ കാരണം ഡിഫൻഡന്റിന് അറസ്റ്റ് സംഭവിക്കുകയോ അറ്റാച്ച്മെന്റ് നടക്കുകയോ ഇൻജങ്ഷൻ കോസ് ചെയ്യുകയോ ചെയ്തു. അങ്ങനെയാണെങ്കിൽ സെക്ഷൻ 95 വഴി നമുക്ക് കോമ്പൻസേഷൻ ചോദിക്കാം. അപ്പൊ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഷാൽ ബാർ എനി സെപ്പറേറ്റ് സ്യൂട്ട് ഫോർ കോമ്പൻസേഷൻ ഇൻ റെസ്പെക്ട് ഓഫ് സച്ച് അറസ്റ്റ്, അറ്റാച്ച്മെന്റ് ഓർ ഇൻജങ്ഷൻ. അപ്പൊ 95 വഴിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കോമ്പൻസേഷൻ ചോദിക്കേണ്ടത്. അപ്ലിക്കേഷൻ ഫോർ കോമ്പൻസേഷൻ അണ്ടർ സെക്ഷൻ 95. അതല്ലാതെ നമുക്ക് കോമ്പൻസേഷന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കില്ല? സെപ്പറേറ്റ് സ്യൂട്ട് ഫോർ സച്ച് അറസ്റ്റ്, അറ്റാച്ച്മെന്റ്, ഇൻജങ്ഷൻ ചോദിക്കരുത് എന്നുള്ളതാണ് സെക്ഷൻ 95 പറയുന്നത്. സോ വാട്ട് ഈസ് ദ എസെൻഷ്യൽ ട്രിഗർ? എ സ്പെസിഫിക് ഓർഡർ ഹാസ് ബീൻ പാസ്ഡ് ബൈ ദ കോർട്ട് അണ്ടർ സെക്ഷൻ 95 ക്ലോസ് 1 ഓൺ എ ഡിഫൻഡൻസ് അപ്ലിക്കേഷൻ. സോ ഡിഫൻഡൻസ് പറയുന്നു ഇതൊരു റോങ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻസഫിഷ്യന്റ് ഗ്രൗണ്ട്സിന്റെ ബേസിസിലാണ് ഇങ്ങനെ ഒരു അറസ്റ്റ്, അറ്റാച്ച്മെന്റ്, ഇൻജങ്ഷൻ ഉണ്ടായിട്ടുള്ളത്. സോ അങ്ങനെ ഒരു ഡിഫറെന്റ് അപ്ലിക്കേഷന്റെ ഭാഗമായിട്ട് സെക്ഷൻ 95 അണ്ടറിൽ എന്ത് ചെയ്തു? കോർട്ട് കോമ്പൻസേഷൻ കൊടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ എന്ത് സംഭവിക്കും? സെപ്പറേറ്റ് ലോ സ്യൂട്ട് ക്ലെയിമിംഗ് കോമ്പൻസേഷൻ ഫോർ ദ സെയിം ഇഞ്ചുറി കോസ്ഡ് ബൈ ദ റോങ്ഫുൾ അറസ്റ്റ്, അറ്റാച്ച്മെന്റ് ഓർ ഇൻജങ്ഷൻ ഈസ് എന്താണ്? ബാർഡ് ആണ്. അതാണ് 95 പറയുന്നത്. അപ്പൊ ഇവിടെയും എന്ത് സംഭവിച്ചു? സെപ്പറേറ്റ് സ്യൂട്ടിനെ ബാർ ചെയ്തു. എവിടെ തന്നെ കൊടുക്കണം? സെയിം കോർട്ടിൽ തന്നെ അപ്ലിക്കേഷൻ അണ്ടർ സെക്ഷൻ 95 കൊടുത്തിട്ട് അവിടുന്ന് ഒരു ഓർഡർ പാസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സ്യൂട്ട് ബാർഡ് ആണ്. സോ ഇതില് ഒരു ഇൻസ്റ്റൻസ് പറയുകയാണെങ്കിൽ എ ഫൈൽസ് എ സ്യൂട്ട് അഗെയിൻസ്റ്റ് ബി സീക്കിംഗ് ആൻ ഇൻജങ്ഷൻ ടു പ്രിവെന്റ് ബി ഫ്രം സെല്ലിംഗ് സർട്ടൻ പ്രോപ്പർട്ടി. സോ എന്ത് ചെയ്തു? ഒരു ഇൻജങ്ഷൻ ചോദിച്ച് സ്യൂട്ട് ഫയൽ ചെയ്തു. എന്ത് ഇൻജങ്ഷൻ ആണ്? ബി എന്ത് ചെയ്യാത്തത്? ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി സെല്ല് ചെയ്യരുത് എന്ന് പറഞ്ഞു ഫോർ പ്രിവെന്റിംഗ് ബി ഫ്രം സെല്ലിംഗ് സർട്ടൻ പ്രോപ്പർട്ടി. ആൻഡ് ബി ബിലീവ്സ് ദ ഇൻജങ്ഷൻ ഈസ് റോങ്ഫുൾ ആൻഡ് ബേസ്ലെസ്. അപ്പൊ ബി പറയുന്നത് ഇതൊരു റോങ്ഫുൾ ബേസ്ലെസ് ആയിട്ടുള്ള ഒരു ഇൻജങ്ഷൻ ക്ലെയിം ആണ്. സോ ഹി ഫൈൽസ് ആൻ അപ്ലിക്കേഷൻ അണ്ടർ 95 ക്ലോസ് 1 ക്ലെയിമിംഗ് കോമ്പൻസേഷൻ ഫോർ എനി ലോസ് സഫേർഡ് ഡ്യൂ ടു ദി ഇൻജങ്ഷൻ. സോ ഈ ഒരു റോങ്ഫുൾ ബേസ്ലെസ് ഗ്രൗണ്ടിൽ ഇൻജങ്ഷൻ വന്നതുകൊണ്ട് എനിക്കുണ്ടായ സഫറിങ്ങിന്, ലോസിന് ഞാൻ സെക്ഷൻ 95 വഴി കോമ്പൻസേഷൻ ക്ലെയിം ചെയ്തു. കോർട്ട് ഓർഡർ the court considers B's application under section 95 clause 1 and award compensation to B for the injury caused by the wrongful injunction. So wrongful injunction കാരണം ഉണ്ടായിട്ടുള്ള ഇഞ്ചുറിക്ക് കോടതി എന്ത് ചെയ്യാണ്? കോമ്പൻസേഷൻ അവാർഡ് ചെയ്യാണ്.
അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആഫ്റ്റർ ദിസ് ഓർഡർ വി കനോട്ട് ഫയൽ എ സെപ്പറേറ്റ് സ്യൂട്ട് അഗെയിൻസ്റ്റ് എ ഫോർ ക്ലെയിമിംഗ് കോമ്പൻസേഷൻ ഫോർ ദ സെയിം റോങ്ഫുൾ ഇൻജെക്ഷൻ. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? സെപ്പറേറ്റ് സ്യൂട്ട് ബാർഡ് ആയി. ദെൻ അടുത്ത ഇൻസ്റ്റൻസ് വരുന്നത് സെക്ഷൻ 144 ക്ലോസ് 2 ആണ്. 144 നമ്മൾ മുൻപ് ഒരു സെക്ഷൻ റീഡ് ചെയ്യുന്ന സമയത്ത് സെക്ഷൻ 144 എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായി. അത് ഏത് സെക്ഷൻ ആയിരുന്നു? ഓർമ്മയുണ്ടോ? നമ്മൾ ഡിക്രിയുടെ ഡെഫിനേഷൻ പറയുന്ന സമയത്ത് സെക്ഷൻ 144 എന്ന് പറയുന്നത് ഒരു ഡിക്രി ആണ്. ഇതിൽ നിന്നുണ്ടാവുന്ന ഓർഡറിന്റെ നേച്ചർ എന്ന് പറയുന്നത് ഡീംഡ് ടു ബി ഡിക്രി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഒരു ഡിക്രി നേച്ചറിലുള്ള ഒരു എന്താണ് കോൺസെപ്റ്റ് ആണ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സോ സെക്ഷൻ 144 അതിൽ എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? പാർട്ട് ടു ഫർദർ സ്യൂട്ട് വരുന്നത്. സോ ദ പർപ്പസ് ടു അവോയ്ഡ് എ സ്വിഫ്റ്റ് ആൻഡ് സമ്മറി റെമഡി ഫോർ റെസ്റ്റിറ്റ്യൂഷൻ, preventing the need for a fresh lawsuit to restore rights affected by a modified or reversed decree. So restitution എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്താന്ന് വെച്ചാല് ആദ്യം ഒരു ഡിഗ്രി വരികയും അല്ലെങ്കിൽ ആദ്യം ഒരു ഓർഡർ വരികയും ആ ഓർഡർ പ്രകാരം എന്തെങ്കിലും ഒരു ചേഞ്ച് ഒരു പാർട്ടി വരുത്തുകയും അതിനുശേഷം ബൈ അപ്പീൽ ആയിക്കോട്ടെ ബൈ റിവിഷൻ ആയിക്കോട്ടെ ഈ മുൻപ് എടുത്ത ഡിഗ്രിക്ക് അല്ലെങ്കിൽ ഓർഡറിന് ഒരു ചേഞ്ച് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ വരികയാണ്. അപ്പൊ മോഡിഫിക്കേഷൻ വരുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ആ ഡിഗ്രിയുടെ ബേസിൽ നമ്മൾ ഒരു പാർട്ടി ഒരു ചേഞ്ച് വരുത്തി. അതിനുശേഷം ആ ഡിഗ്രി പിന്നീട് അപ്പീൽ സ്റ്റേജിലോ റിവിഷൻ പ്രൊസീഡിങ്സിലോ ആ ഒരു ഡിഗ്രിക്ക് ചേഞ്ച് വരാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യം ഞാൻ എടുത്ത ചേഞ്ചിനെ വീണ്ടും റെസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എക്സാമ്പിൾ പറയുമ്പോൾ അത് കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പോ relief sought must be a type of restitution. Example, returning property, refunding money. അപ്പൊ ആദ്യം ഒരു ഡിഗ്രി വരികയാണ്. ഡിഗ്രി വന്നിട്ട് ഒരു 10 lakh rupees കൊടുക്കണം എന്ന് പറയാം. ആ ഡിഗ്രിയുടെ ബേസിൽ ഞാൻ 10 lakh rupees കൊടുക്കുന്നു. ലേറ്റർ അപ്പലേറ്റ് സ്റ്റേജിൽ വന്നിട്ട് പറയുകയാണ് ഇങ്ങനെ 10 lakh കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളത്. സോ ഞാൻ കൊടുത്ത 10 lakh എനിക്ക് തിരിച്ചു കിട്ടണമല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? റെസ്റ്റിറ്റ്യൂഷൻ ആണ് ഫയൽ ചെയ്യുക. സോ റിവേഴ്സ് ഓർ മോഡിഫിക്കേഷൻ ഓഫ് ഡിഗ്രി സംഭവിക്കുന്നു എപ്പോഴാണ്? അപ്പലേറ്റ് സ്റ്റേജിലോ റിവിഷണൽ സ്റ്റേജിലോ. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം ഒരു ഡിഗ്രിയുടെ ബേസിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യം തിരിച്ച് റെസ്റ്റിറ്റ്യൂഷനിലേക്ക് ആക്കുക. റെസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ തിരിച്ച് മുൻപത്തെ സ്റ്റേജിലേക്ക് തന്നെ അതിനെ കൊണ്ടുവരിക. അതാണ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ റെസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ചോദിക്കുന്നത് ഒരു സ്യൂട്ട് വഴി ആയിരിക്കില്ല, പകരം സെക്ഷൻ 144 പ്രകാരം അപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ കൊടുക്കുക. സോ ദ റിലീഫ് സോട്ട് മസ്റ്റ് ബി എ ടൈപ്പ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ റെസ്റ്റിറ്റ്യൂഷൻ ടൈപ്പിലുള്ള റിലീഫ് ആണ് നമ്മൾ ചോദിക്കുന്നത്. That places the parties back in their original position after a decree is varied, reversed, set aside or modified. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പാർട്ടീസിനെ അവന്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് തന്നെ മാറ്റുന്ന ഒരു പ്രോസസ്സാണ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. And the restitution must be obtainable via an application to the court that originally passed the decree. അപ്പൊ എവിടെയാണ് നമ്മൾ റെസ്റ്റിറ്റ്യൂഷൻ ഫയൽ ചെയ്യുക? The court which passed the decree, originally passed the decree ആരാണോ ആ കോർട്ടിൽ അപ്ലിക്കേഷൻ ഫയൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റെസ്റ്റിറ്റ്യൂഷൻ ആണ് ചെയ്യേണ്ടത്. സെപ്പറേറ്റ് സ്യൂട്ട് അല്ല നമ്മൾ കൊടുക്കേണ്ടത്. സോ ഫോർ എക്സാമ്പിൾ ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ, മിസ്റ്റർ എക്സ് സ്യൂസ് മിസ്റ്റർ വൈ ക്ലെയിമിംഗ് ഓണർഷിപ്പ് ഓഫ് എ ഹൗസ്. അപ്പൊ ഹൗസ് ഓണർഷിപ്പിന് വേണ്ടിയിട്ട് എക്സ് വൈക്ക് അഗെയിൻസ്റ്റ് സ്യൂട്ട് ഫയൽ ചെയ്തു. The trial court rules in favor of X and passes a decree. അപ്പൊ ഡിഗ്രി എന്താണ്? എക്സിനെ ഫേവർ ചെയ്തിട്ടാണ് ഡിഗ്രി വന്നത്. ഫോളോയിങ് ദിസ് ഡിഗ്രി മിസ്റ്റർ വൈ ഈസ് എവിക്റ്റഡ് ഫ്രം ദ ഹൗസ്. അപ്പൊ ഇവിടെ എന്തായി? വൈനെ എവിക്ഷൻ ചെയ്തു. ഡിഗ്രിയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? വൈനെ ആ ഒരു ഹൗസിൽ നിന്ന് എവിക്റ്റഡ് ചെയ്തു. ആൻഡ് എക്സ് ടേക്സ് പൊസിഷൻ. എക്സ് പൊസിഷനിലേക്ക് എത്തി. മിസ്റ്റർ വൈ അപ്പീൽസ് ദ ഡിസിഷൻ ടു ദ ഹയർ കോർട്ട്. അപ്പൊ തന്നെ എവിക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് തനിക്കാണ് റൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വൈ എന്ത് ചെയ്യാണ്? അപ്പീൽ പോവുകയാണ്. ദി അപ്പലേറ്റ് കോർട്ട് റിവേഴ്സ് ദ ട്രയൽ കോർട്ട്സ് ഡിഗ്രി, റൂളിംഗ് ദാറ്റ് മിസ്റ്റർ വൈ ഈസ് ദ ട്രൂ ഓണർ ആൻഡ് ദ എവിക്ഷൻ വാസ് റോങ്. അപ്പം ആദ്യത്തെ ഡിഗ്രിന്റെ ബേസിസിൽ എന്ത് ചെയ്തു? വൈനെ ഹൗസിൽ നിന്ന് എവിക്റ്റ് ചെയ്തു. അതിനുശേഷം വൈ അപ്പീൽ പോയി താഴത്തെ ട്രയൽ കോർട്ട് ഡിഗ്രി റിവേഴ്സ് ചെയ്തു. അപ്പൊ തിരിച്ച് അദ്ദേഹത്തിന് പൊസഷൻ ടു ദ ഹൗസ് വേണമല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റെസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. So the situation is now unjust. Mr. Y is the rightful owner but is out of possession, while Mr. X is in possession of the property he has no right to. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചപ്പോ? Y
റൈറ്റ്ഫുൾ ഓണർ ആണ്, പക്ഷെ അയാളിനെ എവിക്ട് ചെയ്ത് പോയി. സോ എക്സ് ആണ് പൊസിഷൻ, പക്ഷെ അയാൾക്ക് അവിടെ ഇരിക്കാനുള്ള റൈറ്റ് ഇല്ല. ഓക്കെ, സോ ഇവിടെ എന്താണ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ അണ്ടർ സെക്ഷൻ 144 ആണ് കൊടുക്കേണ്ടത്, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, സെപ്പറേറ്റ് സ്യൂട്ട് വഴിയല്ല കൊടുക്കേണ്ടത്. സോ മിസ്റ്റർ വൈ ഡസ് നോട്ട് നീഡ് ടു ഫയൽ എ ന്യൂ ലോ സ്യൂട്ട്. അപ്പൊ ന്യൂ ലോ സ്യൂട്ട് ഫയൽ ചെയ്യേണ്ട കാര്യമില്ല. ഇൻസ്റ്റെഡ് ഹി ഫയൽസ് എ റെസ്റ്റിറ്റ്യൂഷൻ അപ്ലിക്കേഷൻ under section 144 before original trial court that passed the eviction decree. ഏത് കോടതിയാണോ എവിക്ഷൻ ഡിഗ്രി പാസ് ചെയ്തത് ആ കോർട്ടിന് മുന്നിൽ സെക്ഷൻ 144 അപ്ലിക്കേഷൻ ആണ് ഫയൽ ചെയ്യേണ്ടത്, സെപ്പറേറ്റ് സ്യൂട്ട് അല്ല ഫയൽ ചെയ്യേണ്ടത്. അപ്പൊ ഇതാണ് സെക്ഷൻ 44 എങ്ങനെയാണ് ഫെർദർ സ്യൂട്ട് ബാർ വരുന്നത് എന്നുള്ളത്. ഇനി അടുത്ത സിറ്റുവേഷൻ ഓർഡർ ടു റൂൾ 2 ബാർ ഓൺ സ്പ്ലിറ്റിംഗ് ഓഫ് ക്ലെയിംസ്. അപ്പൊ ഓർഡർ ടു ബാർ റൂൾ 2 ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ എവിടെ പറഞ്ഞു, റെസ്റ്റുഡിക്കേറ്റർ സെക്ഷൻ റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു. റെസ്റ്റുഡിക്കേറ്റയുടെ എക്സ്പ്ലനേഷൻ 4ഉം ഓർഡർ ടു റൂൾ 2ഉം തമ്മിലുള്ള വേരിയേഷൻ നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഓർഡർ ടു റൂൾ 2 ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ജസ്റ്റ് ബ്രീഫ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായി. അപ്പോ ഓർഡർ ടു റൂൾ 2 എന്ന് പറയുന്നത് സ്പ്ലിറ്റിംഗ് ഓഫ് ക്ലെയിംസ് ആണ്. അപ്പൊ നമുക്ക് ഒന്നിലധികം ക്ലെയിമുകൾ ഒരു പാർട്ടിക്ക് ഉണ്ട്. അങ്ങനെയെങ്കിൽ നമ്മളൊരു സ്യൂട്ട് ഫയൽ ചെയ്യുമ്പോൾ നമുക്കുള്ള എല്ലാ ക്ലെയിംസും ഒരുമിച്ച് വേണം നമ്മൾ ഫയൽ ചെയ്യാനായിട്ട്. ഏതെങ്കിലും ഒരു ക്ലെയിം നമ്മൾ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും നമ്മളത് ഒമിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഈ ഒമിറ്റ് ചെയ്ത ക്ലെയിമിനെ ബേസ് ചെയ്ത് ഒരു സെപ്പറേറ്റ് സ്യൂട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഫയൽ ചെയ്യാൻ സാധിക്കില്ല. അതാണ് ഓർഡർ ടു റൂൾ 2 പറയുന്നത്. നമുക്ക് ഒന്നിലധികം ക്ലെയിമുകളുണ്ട്. അപ്പോ ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് വേറെ ആക്ടിൽ തന്നെയുള്ള എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോ 2000, 2001, 2002 ഈ 3 ഇയറിലും നമുക്ക് റെന്റ് ഡ്യൂ ഉണ്ടെന്ന് കരുതാം. നമുക്ക് ലാൻഡ് ലോഡ് ആയിട്ടുള്ള എനിക്ക് റെന്റ് ഡ്യൂ ഉണ്ട് 2000ഉം 2001ഉം 2002ഉം. ഞാൻ ഒരു സ്യൂട്ട് ഫയൽ ചെയ്യുമ്പോൾ 2000ഉം 2001ന്റെയും റെന്റ് ഡ്യൂവിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു, സ്യൂട്ട് ഫയൽ ചെയ്തു. ഞാൻ എന്ത് ഒമിറ്റ് ചെയ്തു, 2002 ഒമിറ്റ് ചെയ്തു. അത് എന്റെ നോളജിലുള്ള ഒരു കാര്യമാണ്. എനിക്ക് 2002 എന്ത് കിട്ടിയിട്ടില്ല, റെന്റ് കിട്ടിയിട്ടില്ല എന്നുള്ളത്. പിന്നീട് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, സെപ്പറേറ്റ് സ്യൂട്ട് ഇപ്പോ എന്താണ് ഈ ഒരു പർട്ടിക്കുലർ 2002 റെന്റ് മാത്രം ചോദിച്ചുകൊണ്ട് എനിക്ക് സെപ്പറേറ്റ് സ്യൂട്ട് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഫയൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ സെക്ഷൻ ഓർഡർ ടു റൂൾ 2 പറയുന്നത് സ്പ്ലിറ്റിംഗ് ഓഫ് ക്ലെയിംസിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല. ഇഫ് ഐ എം ഇന്റൻഷനലി ഒമിറ്റിംഗ് അല്ലെങ്കിൽ റിലിംഗ്വിഷിംഗ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിന് സെപ്പറേറ്റ് സ്യൂട്ട് ഫയൽ ചെയ്യാൻ സാധിക്കില്ല. സോ ദ പർപ്പസ് ടു പ്രിവെന്റ് എ plaintiff from harassing a defendant with multiple lawsuits arising from a single cause of action, thereby avoiding multiplicity of litigation. അപ്പൊ നമുക്കിപ്പോ ഓരോ ക്ലെയിമിനും നമുക്ക് ഓരോ സ്യൂട്ട് ഫയൽ ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്, ഡിഫൻഡന്റിനെ ഹറാസ് ചെയ്യാൻ മൾട്ടിപ്പിൾ ലോ സ്യൂട്ട് കൊടുത്തുകൊണ്ട്. സോ ആ ഒരു മൾട്ടിപ്ലിസിറ്റി അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഓർഡർ ടു റൂൾ 2 എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉള്ളത്. Then what is the key rule? A plaintiff must include their entire claim related to one cause of action in a single suit. അപ്പൊ ഒരു സ്യൂട്ടിൽ തന്നെ എനിക്കുള്ള എൻറ്റയർ ക്ലെയിം ഞാൻ ഇൻക്ലൂഡ് ചെയ്യണം, പ്ലെയിന്റിഫ് ഇൻക്ലൂഡ് ചെയ്യണം. If they omit or relinquish any part of that claim, they are barred from filing a second suit for the omitted portion. അപ്പൊ ഏതെങ്കിലും ഒരു പോർഷൻ ഞാൻ ബാർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, സെപ്പറേറ്റ് സ്യൂട്ട് ആയിട്ട് ആ റിലിംഗ്വിഷ്ഡ് ഒമിറ്റഡ് പോർഷൻ ക്ലെയിം ചോദിച്ചുകൊണ്ട് മാത്രം പോകാനായിട്ട് സാധിക്കില്ല. സോ വാട്ട് ആർ ദ എസെൻഷ്യൽസ്? ദ ക്ലെയിംസ് ഇൻ ദ ഫസ്റ്റ് ആൻഡ് ദ പ്രൊപ്പോസ്ഡ് സെക്കൻഡ് സ്യൂട്ട് മസ്റ്റ് അറൈസ് ഫ്രം സെയിം കോസ് ഓഫ് ആക്ഷൻ. ഒന്നാമത്തെ കാര്യം സെയിം കോസ് ഓഫ് ആക്ഷൻ ആയിരിക്കണം. ദെൻ ദ പ്ലെയിന്റിഫ് മസ്റ്റ് ഹാവ് നോയിങ്ലി ഗിവൺ അപ്പ് ഓർ ഫെയിൽഡ് ടു ഇൻക്ലൂഡ് എ പാർട്ട് ഓഫ് ദ ക്ലെയിം ഇൻ ദ ഫസ്റ്റ് സ്യൂട്ട്. അപ്പൊ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്തു, they have failed to include a part of the claim. Then the only exception is if the plaintiff omitted or obtained explicit permission from the court to omit a relief in the first suit. അപ്പൊ നമ്മളിവിടെ പോർഷൻ ഓഫ് ദ ക്ലെയിം ഒമിറ്റ് ചെയ്തത് വിത്ത് ദ പെർമിഷൻ ഓഫ് ദ കോർട്ട് ആണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് സ്യൂട്ട് ഫയൽ ചെയ്യാം. അതല്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, വിത്തൗട്ട് ദി പെർമിഷൻ ഓഫ് ദ കോർട്ട് ആണ് നമ്മൾ ക്ലെയിം ഇൻക്ലൂഡ് ചെയ്യാത്തതെന്നുണ്ടെങ്കിൽ ആ ക്ലെയിം മാത്രം ചോദിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, സെപ്പറേറ്റ് സ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഫോർ എക്സാമ്പിൾ എ സ്യൂസ് ബി ഫോർ 10 lakh. അപ്പൊ 10 ലക്ഷം രൂപയ്ക്ക് സ്യൂട്ട് ഫയൽ ചെയ്യണം. ഓഡ് അണ്ടർ എ കോൺട്രാക്ട് ആൻഡ് ഓൾസോ ക്ലെയിംസ് 2 lakh as damages for B's delay in performance. അപ്പൊ നമുക്ക് എന്തൊക്കെ ക്ലെയിം ഉണ്ട്,
10 ലക്ഷം രൂപയുടെ കോൺട്രാക്റ്റും ഇൻ കേസ് ഡിലേ ഇൻ പെർഫോമൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപയുടെ ഡാമേജസും എനിക്ക് കിട്ടാൻ എനിക്ക് ക്ലെയിം ഉണ്ട്. ഇൻ ദ ഫസ്റ്റ് സ്യൂട്ട് എ ക്ലെയിംസ് 10 lakh ആൻഡ് ഒമിറ്റ് 2 lakh ഡാമേജസ്. അപ്പൊ ഞാൻ എന്റെ ക്ലെയിമില് എന്ത് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തുള്ളൂ? 10 ലക്ഷമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഞാൻ എന്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല? 2 lakh ഡാമേജസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. വാട്ട് ഓർഡർ ടു റൂൾ 2 CPC സീസ്. അപ്പൊ ഓർഡർ ടു റൂൾ 2 എന്താ പറയുന്നത്? നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഹോൾ ക്ലെയിം ഇൻക്ലൂഡ് ചെയ്യണം. എന്ത് നമുക്ക് ഒമിറ്റ് നമ്മളിപ്പോ ഏതെങ്കിലും ക്ലെയിം ഒമിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് സ്യൂട്ട് നിൽക്കില്ല. സോ സിൻസ് 2 lakh damages arise from the same cause of action and were omitted in the first suit, A cannot file a second suit later to claim that 2 lakh. അപ്പോ ഒരു ഫസ്റ്റ് സ്യൂട്ടിൽ അത് ഒമിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെക്കൻഡ് സ്യൂട്ടിലായിട്ട് നമുക്ക് ഒമിറ്റ് ചെയ്ത ക്ലെയിം എമൗണ്ട് ചോദിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇത് എക്സെപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇഫ് ഐ ഹാവ് ഒബ്റ്റെയിൻ ദ പെർമിഷൻ ഓഫ് ദ കോർട്ട് ടു ഒമിറ്റ് ദി ഡാമേജസ്. അപ്പൊ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഡാമേജസ് ഞാൻ ഒമിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിന് പെർമിഷൻ ഫ്രം ദ കോർട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? ഫ്രഷ് സ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ അടുത്ത സിറ്റുവേഷൻ വരുന്നത് ഓർഡർ 9. ഒമിറ്റ് ചെയ്തത് ഇപ്പൊ അമെൻഡ് ചെയ്തിട്ട് മാറ്റാൻ സ്യൂട്ടിന്റെ ഏത് സ്റ്റേജിലും പറ്റുന്നൊക്കെ പറയുന്നില്ലല്ലോ. അത് ഇവിടെ അത് പറ്റുമോ? അമെൻഡ് ചെയ്തത് നമുക്ക് എടുക്കാൻ സാധിക്കില്ല. ഇത് നമ്മുടെ ഇത്തവണത്തെ പ്രിലിംസിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓർഡർ ടു റൂൾ 2 നമുക്കിപ്പോ ഒരു ക്ലെയിം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിൽ വാട്ട് ഈസ് ദ റെമഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇത്തവണത്തെ 2025 പ്രിലിംസിൽ ഉണ്ടായിരുന്നു. അതിൽ വൺ ഓഫ് ദി ഓപ്ഷൻ എന്ന് പറയുന്നത് അമെൻമെന്റ് ആയിരുന്നു. അമെൻമെന്റ് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. നമുക്ക് വിത്ത് പെർമിഷൻ ഓഫ് ദ കോർട്ട് ഒമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഫ്രഷ് സ്യൂട്ട് വഴി നമുക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. അമെൻമെന്റ് വഴി നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. ദെൻ ഓർഡർ 9 റൂൾ 9. ഓർഡർ 9 റൂൾ 9 എന്ന് പറയുന്നത് ഡിസ്മിസൽ ഫോർ ഡീഫോൾട്ട് ആണ്. അപ്പം നമ്മുടെ ഓർഡർ 9 ഡീൽ ചെയ്യുന്നത് അപ്പിയറൻസ് ഓർ നോൺ അപ്പിയറൻസ് ഓഫ് പാർട്ടീസ് ആണ്. അപ്പോ നമ്മളുടെ പ്ലെയിന്റിഫ് ഒരു സ്യൂട്ട് ഫയൽ ചെയ്തിട്ട് പ്ലെയിന്റിഫ് വരാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്യൂട്ടിന് എന്ത് സംഭവിക്കും? അതല്ല സ്യൂട്ടില് ഡിഫൻഡന്റ് ആണ് വരാതിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? സോ നോൺ അപ്പിയറൻസ് ഓഫ് ദ പാർട്ടീസ് വരുമ്പോൾ എന്താണ് അതിന്റെ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഓർഡർ ആണ് ഓർഡർ 9 എന്ന് പറയുന്നത്. അപ്പോ ഓർഡർ 9 റൂൾ 9 ഡീൽ ചെയ്യുന്നത് പ്ലെയിന്റിഫ് സ്യൂട്ട് ഫയൽ ചെയ്തിട്ട് വരാതിരിക്കുന്ന സിറ്റുവേഷനിൽ വാട്ട് ഈസ് ദി എഫക്ട് ഓഫ് ദ സ്യൂട്ട് എന്നുള്ളതാണ് ഓർഡർ 9 റൂൾ 9 ഡീൽ ചെയ്യുന്നത്. സോ ഓർഡർ 9 റൂൾ 9 പറയുന്നത് ടു പ്രിവെന്റ് എ plaintiff from filing a new suit after their original suit was dismissed due to their own failure to appear in court, thereby ensuring diligence and preventing abuse of process. അപ്പൊ ഇൻ കേസ് പ്ലെയിന്റിഫ് ആണ് വരാതിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ സ്യൂട്ട് എന്തും സംഭവിക്കും? അത് ഡിസ്മിസ് ചെയ്തു പോകും. അങ്ങനെ പ്ലെയിന്റിഫ് വരാതെ ഒരു സ്യൂട്ട് ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞു എന്ന് വെച്ചാൽ പിന്നീട് ആ പ്ലെയിന്റിഫിന് എന്ത് ചെയ്യാൻ സാധിക്കില്ല? സെയിം കോസ് ഓഫ് ആക്ഷനിൽ വീണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല? സ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതാണ് ഓർഡർ 9 റൂൾ 9 പറയുന്ന എഫക്ട് എന്ന് പറയുന്നത്. സോ ഇഫ് എ സ്യൂട്ട് ഇസ് ഹോൾലി ഓർ പാർട്ട്ലി ഡിസ്മിസ്ഡ് അണ്ടർ ഓർഡർ 9 റൂൾ 8. അപ്പോൾ ഓർഡർ 9 റൂൾ 8 പ്രകാരം പ്ലെയിന്റിഫ് വരാതെ സ്യൂട്ട് ഡിസ്മിസ് ചെയ്തു എങ്കിൽ ദ പ്ലെയിന്റിഫ് ഇസ് ബാർഡ് ഫ്രം ബ്രിങ്ങിങ് എ ഫ്രഷ് സ്യൂട്ട് ഇൻ റെസ്പെക്ട് ഓഫ് ദ സെയിം കോസ് ഓഫ് ആക്ഷൻ. അപ്പോൾ അതേ കോസ് ഓഫ് ആക്ഷനിൽ പിന്നീട് പ്ലെയിന്റിഫിന് എന്ത് ചെയ്യാൻ സാധിക്കില്ല? സ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ എന്ത് റെമഡിയാണുള്ളത്? ദ പ്ലെയിന്റിഫ് ഇസ് നോട്ട് വിത്തൗട്ട് എ റീകോഴ്സ് ആണ്. ഒരു റെമഡിയും ഇല്ല എന്നുള്ളതല്ല പറയുന്നത്. ദർ പ്രോപ്പർ റെമഡി ഈസ് ടു ഫയൽ ആൻ അപ്ലിക്കേഷൻ ഇൻ ദ സെയിം കോർട്ട് ദാറ്റ് ഡിസ്മിസ്ഡ് ദ സ്യൂട്ട് ആസ്കിംഗ് ഇറ്റ് ടു സെറ്റ് അസൈഡ് ദി ഡിസ്മിസൽ ഓർഡർ. അപ്പൊ റെമഡി ഇങ്ങനൊരു സ്യൂട്ട് പ്ലെയിന്റിഫ് വരാതെ ഡിസ്മിസലിലേക്ക് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലെയിന്റിഫിന്റെ റെമഡി എന്ന് പറയുന്നത് എന്താണ്? ടു ഫയൽ ദി സെറ്റ് അസൈഡ് ഓഫ് ദി ഡിസ്മിസൽ. ഈ ഡിസ്മിസൽ ഓർഡർ സെറ്റ് അസൈഡ് ചെയ്യാനായിട്ട് അപ്ലിക്കേഷൻ ഫയൽ ചെയ്യുക എന്നുള്ളതാണ് റെമഡി വരുന്നത്. ദ കോർട്ട് വിൽ സെറ്റ് അസൈഡ് ദ ഡിസ്മിസൽ ഇഫ് ദ പ്ലെയിന്റിഫ് സാറ്റിസ്ഫൈസ് ദാറ്റ് ദർ വാസ് എ സഫിഷ്യന്റ് കോസ് ഫോർ ദർ നോൺ അപ്പിയറൻസ്. അപ്പൊ അവിടെ ഒരു സഫിഷ്യന്റ് കോസ് പ്ലെയിന്റിഫിന് കാണിക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഡിസ്മിസൽ സെറ്റ് അസൈഡ് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സഫിഷ്യന്റ് കോസ് എന്ന് പറയുന്ന ഒരു ടേം ആണ്. ഇതും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമുക്ക് റീസണബിൾ എക്സ്ക്യൂസ്, റീസണബിൾ കോസ്, സഫിഷ്യന്റ് കോസ്, ഇങ്ങനെ ഈ ഒരു ടേംസ് നമുക്ക് സെക്ഷനിൽ മാറി വരും. അപ്പൊ ഇതിന്റെ ഓരോന്നിനും
എഫക്ട് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അപ്പൊ സഫീഷ്യന്റ് കോസ് ആണ് നമുക്ക് സെറ്റ് അസൈഡ് ചെയ്യാൻ ഡിസ്മിസ് ഓർഡർ 9 റൂൾ 8 പ്രകാരം ഒരു സ്യൂട്ട് ഡിസ്മിസലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓർഡർ 9 റൂൾ 9 പ്രകാരം സെറ്റ് അസൈഡ് ചെയ്യാൻ അപ്ലിക്കേഷൻ ഫയൽ ചെയ്യുമ്പോൾ he should satisfy that there was a sufficient cause. സഫീഷ്യന്റ് കോസ് ഉണ്ട് എന്നുള്ള കാര്യമാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. സോ സഫീഷ്യന്റ് കോസ് എന്ന് പറയുമ്പോൾ കുറച്ച് ലിബറൽ കൺസ്ട്രക്ഷൻ കൊടുക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് സഫീഷ്യന്റ് കോസ് എന്ന് പറഞ്ഞാൽ. സോ സഫീഷ്യന്റ് കോസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് പ്ലെയിന്റിഫ്. ഇൻ കേസ് ഇതേ ഈ സിറ്റുവേഷനിൽ ഇൻ കേസ് ഡിഫൻഡന്റ് ആണ് നോൺ അപ്പിയറൻസ് വരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും ആ സ്യൂട്ടിന്റെ എഫക്ട് എന്ന് പറഞ്ഞാല് പ്ലെയിന്റിഫ് വന്നില്ലെങ്കിൽ അത് ഡിസ്മിസിലേക്ക് പോകും. വാട്ട് ഈസ് ദി എഫക്ട് ഇഫ് ദ ഡിഫൻഡന്റ് ഈസ് നോട്ട് അപ്പിയറിംഗ് ബിഫോർ ദ കോർട്ട്? എന്തായിരിക്കും വരുന്നുണ്ടാവുക? എക്സ്പാർട്ടിയിലേക്ക് പോകും. അപ്പോ അതെന്താവും? എക്സ്പാർട്ടിയിലേക്ക് പോകും, എക്സ്പാർട്ടി ഹിയറിംഗിലേക്ക് പോകും. എക്സ്പാർട്ടി ഹിയറിംഗിൽ പോയിട്ട് ഹിയറിംഗ് കഴിഞ്ഞതിന് ശേഷം എക്സ്പാർട്ടി ഡിഗ്രി പ്രൊണൗൺസ് ചെയ്യും. ഡയറക്റ്റ് ആയിട്ട് എക്സ്പാർട്ടി ആവില്ല, എക്സ്പാർട്ടി ഹിയറിംഗിൽ വരും. ഹിയറിംഗിൽ വന്നതിന് ശേഷം ഇൻ ബിറ്റ്വീൻ അദ്ദേഹം വന്നിട്ട് എന്താണ് റീസണബിൾ ആയിട്ടുള്ളൊരു റീസൺ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ കം ബാക്ക് ടു ദി പ്രൊസീഡിംഗ് ഫ്രം വേർ ദ കോർട്ട് ഡിക്ലെയർഡ് ഫോർ ദ എക്സ്പാർട്ടി ഹിയറിംഗ്. എവിടെ നിന്നാണോ എക്സ്പാർട്ടി ഹിയറിംഗിലേക്ക് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് ആ ഒരു പൊസിഷനിലേക്ക് തിരിച്ചു വരും. ദെൻ എന്താണ് വീണ്ടും സ്യൂട്ട് അവിടെ വെച്ച് തന്നെ തുടരും. സോ ഇൻ കേസ് പ്ലെയിന്റിഫ് ആണ് വരാതിരിക്കുന്നതെങ്കിൽ ഡിസ്മിസലിലേക്ക് പോകും. ഇൻ കേസ് ഡിഫൻഡന്റ് ആണ് വരാതിരിക്കുന്നതെങ്കിൽ സ്യൂട്ട് എക്സ്പാർട്ടി ഹിയറിംഗിലേക്ക് പോകും. അതിനുശേഷം അത് എക്സ്പാർട്ടി ആവും. സോ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ A files a suit against B for 10 lakh under a contract. The suit is dismissed under Order 9, Rule 8 because A fails to appear in a court on the hearing date. അപ്പോൾ ഹിയറിംഗ് ഡേറ്റിൽ പ്ലെയിന്റിഫ് ആയിട്ടുള്ള A വന്നില്ല, കോർട്ട് എന്ത് ചെയ്യാണ്? സ്യൂട്ട് ഡിസ്മിസ് ചെയ്തു. Then what is the effect? A cannot file a fresh suit. ഫ്രഷ് സ്യൂട്ട് ഫയൽ ചെയ്യാൻ പറ്റില്ല. അത് ബാർ ചെയ്യുന്ന പ്രൊവിഷൻ Order 9, Rule 9 ആണ്. Then what is the remedy? He can apply in the same court to set aside the dismissal. Set aside ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യാം. If A can show sufficient cause for non-appearance, the court may set aside the dismissal and revive the original suit. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും? സഫീഷ്യന്റ് കോസ് കാണിച്ചാൽ ഇത് എന്ത് ചെയ്യും? ഒറിജിനൽ സ്യൂട്ട് റിവൈവ് ചെയ്ത് വരും. സോ അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്തു? ഫെർദർ സ്യൂട്ട് ബാർ ചെയ്തു. അപ്പൊ സെക്ഷൻ 12 വഴി വൺ ഓഫ് ദ സിനാരിയോ ആണ് Order 9, Rule 9 എന്ന് പറയുന്നത്. Then അടുത്ത സിറ്റുവേഷൻ Order 22, Rule 9. സോ Order 22 എന്ന് പറയുന്നത് ഡീൽ ചെയ്യുന്നത് അബേറ്റ്മെന്റ് ആണ്. സോ അബേറ്റ്മെന്റിൽ Order 22, Rule 9 എന്ത് ചെയ്യുന്നു? ബാർ എ ഫ്രഷ് സ്യൂട്ട് ആഫ്റ്റർ അബേറ്റ്മെന്റ് ഓർ ഡിസ്മിസൽ. സോ നമുക്ക് എന്ത് ചെയ്യാണ്? ഒരു സ്യൂട്ട് അബേറ്റഡ് ആയി പോവുകയാണ്. അബേറ്റ് ആയി പോയി, അബേറ്റ് ആയിട്ട് അബേറ്റ്മെന്റ് സെറ്റ് അസൈഡ് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ആ സ്യൂട്ട് എന്തിലേക്ക് മാറുകയാണ്? ഡിസ്മിസലിലേക്ക് മാറുകയാണ്. സോ എയ്തർ ഇറ്റ് ഹാസ് ബീൻ അബേറ്റഡ് ഓർ എന്തിലേക്ക് പോയി? ഡിസ്മിസലിലേക്ക് പോയി കഴിഞ്ഞാൽ Order 22, Rule 9 പറയുന്നു ഇറ്റ് ബാർസ് ദി പാർട്ടി ഫ്രം ഫയലിംഗ് എ ഫ്രഷ് സ്യൂട്ട്. സോ ടു എൻഷുർ ദാറ്റ് lawsuit is pursued with due diligence and to prevent a fresh suit from being filed if the original suit terminates due to the death of the party. So abatement എന്ന് പറയുന്നത് എപ്പോഴാണ് ഉണ്ടാവുക? ഒരു സ്യൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്ലെയിന്റിഫോ ഡിഫൻഡന്റോ മരണപ്പെടുകയും അവരുടെ ലീഗൽ റിപ്രസെന്റേറ്റീവിനെ നമ്മൾ ആഡ് ചെയ്യാതെയും ഇരിക്കുന്നു. അപ്പൊ ഒരു പാർട്ടി ഇല്ലാതെയാണ് ആ സ്യൂട്ട് പോകുന്നത്. സോ പാർട്ടി ഇല്ലാതെ ആ സ്യൂട്ട് എന്ത് ചെയ്യില്ല, നടത്താൻ പറ്റില്ല. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഓട്ടോമാറ്റിക്കലി ആ സ്യൂട്ട് എന്തിലേക്ക് പോകും? അബേറ്റഡ് ആയിട്ട് പോകും. അപ്പൊ അങ്ങനെ അബേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ എനി ഡിഗ്രി പാസ്ഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡിഗ്രി നേച്ചർ എന്ന് പറയുന്നത് വോയിഡ് ആണ്. അപ്പൊ മരിച്ച ഒരു വ്യക്തിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടോ എന്ത് ചെയ്യാൻ സാധിക്കില്ല, നമുക്ക് ഒരു ഡിഗ്രി വരാനായിട്ട് സാധിക്കില്ല. സോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഡിഗ്രിയുടെ നേച്ചർ വോയിഡ് ആണ്. സോ ഒരു സ്യൂട്ട് ടെർമിനേറ്റ് ഡ്യൂ ടു ദി ഡെത്ത് ഓഫ് ദ പാർട്ടി. അപ്പൊ അതെന്തായി? അബേറ്റഡ് ആയി. അബേറ്റഡ് അപ്ലിക്കേഷൻ സെറ്റ് അസൈഡ് ചെയ്യാനായിട്ട് നമുക്കൊരു പർട്ടിക്കുലർ ടൈം ഉണ്ട്, 90 days ആണുള്ളത്. സോ വിത്തിൻ ദാറ്റ് പീരീഡ് എന്ത് ചെയ്തിട്ടില്ല, ഈ ഒരു പർട്ടിക്കുലർ സ്യൂട്ട് അബേറ്റ്മെന്റ് വന്നത് സെറ്റ് അസൈഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സ്യൂട്ട് എന്തായി മാറും? ഡിസ്മിസലിലേക്ക് പോകും. സോ അബേറ്റഡ് ആയി മാറുകയോ ഡിസ്മിസൽ ആയോ മാറിയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചു? നോ ഫ്രഷ് സ്യൂട്ട് ഷാൽ ബി ബ്രോട്ട് ഓൺ ദ സെയിം കോസ് ഓഫ് ആക്ഷൻ. അപ്പൊ ലീഗൽ റെപ്രസെന്റേറ്റീവിനെ ആഡ് ചെയ്യാതെ സ്യൂട്ട് അബേറ്റഡ് ആവുകയോ ഡിസ്മിസൽ ആവുകയോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെയിം കോസ് ഓഫ് ആക്ഷനിൽ ഫ്രഷ് സ്യൂട്ട് ഫയൽ ചെയ്യാൻ സാധിക്കില്ല. പിന്നെ എന്ത് റെമഡിയാണ് നമുക്കുള്ളത്? The plaintiff or the legal representative or assignee may apply to the court
to set aside the abatement or dismissal. അപ്പോ ഈ അബേറ്റ്മെന്റും ഡിസ്മിസലും സെറ്റ് അസൈഡ് ചെയ്യാനുള്ള അപ്ലിക്കേഷൻ ആണ് റെമഡി ഓഫ് ദ പ്ലെയിന്റിഫ്. അബേറ്റ്മെന്റ് എന്താണെന്നോട് പറയാം. അബേറ്റ്മെന്റ് എന്താന്ന് വെച്ചാല് നമുക്കിപ്പോ ഒരു സ്യൂട്ട് ഉണ്ട്. ഇപ്പൊ ഒരു പ്ലെയിന്റിഫ് എന്ത് ചെയ്യണം, എ എന്ന് പറയുന്ന ഒരു പ്ലെയിന്റിഫ് സ്യൂട്ട് ഫയൽ ചെയ്തു എഗെയിൻസ്റ്റ് ബി. സ്യൂട്ട് ഫയൽ ചെയ്യുന്നത് നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ എ മരണപ്പെടുകയാണ്. എ മരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? സ്യൂട്ടിന്റെ പ്ലെയിന്റിഫ് പോർഷൻ ഇപ്പൊ ബ്ലാങ്ക് ആയി കിടക്കുകയാണ്, വേഴ്സസ് ഡാഷ് വേഴ്സസ് ബിയിൽ നിൽക്കുകയാണ്. അപ്പൊ സ്യൂട്ട് എങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? എയുടെ ലീഗൽ റെപ്രസെന്റേറ്റീവിനെ പ്ലെയിന്റിഫ് ആയിട്ട് ഇംപ്ലീഡ് ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ ഇംപ്ലീഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? സ്യൂട്ട് മുന്നോട്ട് പോവില്ല. അപ്പൊ അതെന്തായി മാറും? അബേറ്റഡ് ആയി മാറും. അങ്ങനെ അതന്നെയാണ് നമ്മൾ അബേറ്റ്മെന്റ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഇംപ്ലീഡ് ചെയ്ത് കയറ്റേണ്ട ലീഗൽ റെപ്രസെന്റേറ്റീവിനെ വിത്തിൻ ദ ടൈം പീരീഡ് നമ്മൾ എന്ത് ചെയ്തില്ല, ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സ്യൂട്ടിന്റെ എഫക്റ്റ് ആണ് അബേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ആ ഒരു സിറ്റുവേഷൻ ഓഫ് ദി സ്യൂട്ടിനെയാണ് നമ്മൾ അബേറ്റ്മെന്റ് എന്ന് പറയുക. അബേറ്റ്മെന്റ് ആയി കഴിഞ്ഞു എന്ന് വെച്ചാല് നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് അസൈഡ് ഓഫ് ദി അബേറ്റ്മെന്റിന് ഫയൽ ചെയ്യാം. ആണ് അബേറ്റ് ആയി. ഈ അബേറ്റ്മെന്റ് ഇംപ്ലീഡും സെയിം അല്ലേ? അബേറ്റ്മെന്റ് എന്ന് പറയുന്നത് എഫക്ട് ഓഫ് ദി സ്യൂട്ടാണ്. എന്ന് വെച്ചാൽ ഒരാളും ഒരു ലീഗൽ റെപ്രസെന്റേറ്റീവിനെ ആഡ് ചെയ്യാതിരിക്കുമ്പോൾ ആ സ്യൂട്ടിന് സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ് അബേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇംപ്ലീഡിംഗ് എന്ന് പറയുന്നത് അഡീഷൻ ഓഫ് പാർട്ടീസ് ആണ്. കോൺസെപ്റ്റ് ഓഫ് ഇംപ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് പാർട്ടീസ് ആണ്. കോൺസെപ്റ്റ് ഓഫ് അബേറ്റ്മെന്റ് എന്ന് പറയുന്നത് ദി എഫക്ട് ഓഫ് ദി സ്യൂട്ട് ഇഫ് ദി ലീഗൽ റെപ്രസെന്റേറ്റീവ് ഈസ് നോട്ട് ആഡഡ്. അപ്പോ ആ സ്യൂട്ടിന് ഉണ്ടാവുന്ന ഒരു നേച്ചർ അല്ലെങ്കിൽ എഫക്ട് ആണ് എന്തെന്ന് പറഞ്ഞാല് അബേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇംപ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ദ പാർട്ടീസ് ആണ്. അത് ഓർഡർ 1 റൂൾ 10 വഴി നമുക്ക് എന്ത് ചെയ്യാം? ഇംപ്ലീഡ് ചെയ്യാം. അബേറ്റ്മെന്റ് എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ ആ സ്യൂട്ടിന് വരുന്നതാണ്. അപ്പൊ അബേറ്റ്മെന്റ് വന്നു കഴിഞ്ഞു, അബേറ്റ്മെന്റ് സെറ്റ് അസൈഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സ്യൂട്ട് എന്തിലേക്ക് മാറും? ഡിസ്മിസലിലേക്ക് മാറും. അങ്ങനെ ഡിസ്മിസൽ ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഫ്രഷ് സ്യൂട്ട് വോട്ട് ചെയ്യാൻ സാധിക്കില്ല. പകരം നമുക്ക് എന്ത് ഓപ്ഷൻ ആണുള്ളത്? ടു സെറ്റ് അസൈഡ് ദി അബേറ്റ്മെന്റ് ഓർ ഡിസ്മിസൽ. സോ ദ കോർട്ട് വിൽ സെറ്റ് ഇറ്റ് അസൈഡ് if it is proved that they were prevented by a sufficient cause from continuing the suit. അപ്പൊ അങ്ങനെ സഫിഷ്യന്റ് കോസ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് അസൈഡ് ചെയ്യാം. സോ ഫോർ എക്സാമ്പിൾ, A files a suit against B for rupees 15 lakh. During the proceedings, A passes away. അപ്പൊ പ്ലെയിന്റിഫ് ആയിട്ടുള്ള A മരിച്ചുപോയി. No legal representative is substituted on record. ലീഗൽ റെപ്രസെന്റേറ്റീവിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല. The suit therefore abated. അപ്പൊ എന്തായി? ആ സ്യൂട്ട് അബേറ്റഡ് ആയി. പിന്നീട് അബേറ്റഡ് ആയി എന്നുണ്ടെങ്കിൽ മാഡം ഈ റിസ്റ്റോറേഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത് എപ്പോഴാ? റിസ്റ്റോറേഷൻ പെറ്റീഷൻ നമുക്ക് ഫയൽ ചെയ്യാമെന്ന് നമുക്ക് ഇതിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ എക്സിക്യൂഷൻ സമയത്ത് നമുക്ക് റിസ്റ്റോറേഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാം. വൺസ് ദി എക്സിക്യൂഷൻ പെറ്റീഷൻ ഡിസ്മിസ് ആയിട്ട് പോവുകയാണെങ്കിൽ വീണ്ടും ആ EP റിസ്റ്റോറേഷൻ അപ്ലിക്കേഷൻ കൊടുക്കാം. അങ്ങനെ CPs തന്നെ പറഞ്ഞിട്ടുണ്ടാവും ഏതൊക്കെ സിറ്റുവേഷൻസ് നമുക്ക് റിസ്റ്റോറേഷൻ അപ്ലിക്കേഷൻ കൊടുക്കാൻ. അത് റീസ്റ്റോർ ചെയ്ത് വീണ്ടും കൊണ്ടുവരിക എന്നുള്ളതാണ്. EPക്ക് എന്താണ് 12 years വരെ അതിന്റെ ടൈം ലിമിറ്റേഷൻ കിടക്കുകയാണ്. സോ ഇൻ കേസ് ഏതെങ്കിലും അത് ഡിസ്മിസ് ചെയ്ത് പോയാലും നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും അതിനെ EP റീസ്റ്റോർ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. അത് റീസ്റ്റോറേഷൻ ആണ് ചെയ്യുക. സെറ്റ് അസൈഡ് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് അസൈഡ് എന്നുള്ള ഓപ്ഷനേ ഉള്ളൂ, മറ്റൊരു ഓപ്ഷൻ ഇല്ല. അപ്പീൽ പോകാനായിട്ട് സാധിക്കില്ല, ഫ്രഷ് സ്യൂട്ട് പോകാൻ സാധിക്കില്ല. അവിടെ നമുക്കുള്ള ഓപ്ഷൻ വരുന്നത് സെറ്റിംഗ് അസൈഡ് ആയിരിക്കും. സെറ്റിംഗ് അസൈഡ് ചെയ്യാനായിട്ടുള്ള സെപ്പറേറ്റ് പ്രൊവിഷൻ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് അസൈഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? അപ്ലിക്കേഷൻ അതിൽ റിവൈവ് ചെയ്ത് കൊണ്ടുവരിക. ഇതിപ്പോ ഓർഡർ 9 റൂൾ 9 നമുക്ക് സെറ്റ് അസൈഡ് തന്നെയാണ് ചെയ്യുക. ഓർഡർ 22 റൂൾ 9 അബേറ്റ്മെന്റ് നമ്മൾ സെറ്റ് അസൈഡ് ആണ് ചെയ്യുക. ഇവിടെ നമ്മൾ ചെയ്യുന്നത് റിസ്റ്റോറേഷൻ എന്നുള്ളതല്ല, നമ്മളിവിടെ സെറ്റിംഗ് അസൈഡ്. നമ്മൾ ഓൾറെഡി വന്നിട്ടുള്ള നമുക്ക് തന്നെ റീസ്റ്റോറേഷൻ നേച്ചർ ആണ് വരുന്നത്. റീസ്റ്റോറേഷൻ വീണ്ടും അതിനെ റീസ്റ്റോർ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു നേച്ചർ തന്നെയാണ് പറയുന്നത്. ഇത് രണ്ടും സെയിം ആണോ എന്നുള്ളത് ഞാൻ വെരിഫൈ ചെയ്തിട്ട് പറയാം. എന്റെ അറിവില് റീസ്റ്റോറേഷൻ ഇപ്പം ഒരു പ്രാവശ്യം തള്ളിപ്പോയി പിന്നെയും ഫയൽ ചെയ്ത് അങ്ങനെ റീസ്റ്റോർ ചെയ്ത് കൊണ്ടുവരും. അതാണ് എന്റെ അറിവില്. ഇത് സെറ്റ് അസൈഡ് എന്നാണ് നമ്മൾ പറയാ, റിസ്റ്റോറേഷൻ എന്ന് നമ്മൾ പറയില്ല. സോ അതിന് ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളത് ഞാൻ വെരിഫൈ ചെയ്തിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഈ റിസ്റ്റോറേഷൻ എത്ര വേണമെങ്കിലും ചെയ്യാം. Then order 22 rule 9. So the plaintiff's heirs or legal representatives cannot file a fresh suit later for the same 15 lakh. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല?
ഫ്രഷ് സ്യൂട്ട് ഫയൽ ചെയ്യാൻ സാധിക്കില്ല. ഇതാണ് അബേറ്റ്മെന്റ് നേച്ചർ എന്ന് പറയുന്നത്. ഫ്രഷ് സ്യൂട്ട് ബാർഡ് ആണ്, എക്സ്പ്രസ്ലി ബാർഡ് ബൈ ദ പ്രൊവിഷൻ ഓഫ് ദി CPC. പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട് ഫ്രഷ് സ്യൂട്ട് പറ്റില്ല, അപ്ലിക്കേഷൻ മാത്രമേ ഫയൽ ചെയ്യാൻ സാധിക്കുള്ളൂ. Then order 23. 23 എന്ന് പറയുന്നത് വിഡ്രോവൽ ഓർ ദ കോംപ്രമൈസ് ആണ് ഓർഡർ 23 വരുന്നത്. അപ്പൊ ഒരുപാട് ജഡ്ജ്മെന്റ്സ് റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഓർഡർ ആണ് ഓർഡർ 23 എന്ന് പറയുന്നത്. കോംപ്രമൈസിലൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസും അതേപോലെ തന്നെ ഇതൊക്കെ വരുന്നത്. നമുക്ക് ജഡ്ജ്മെന്റ്സ് മെയിൻസ് സമയത്ത് നമുക്ക് കുറച്ച് ജഡ്ജ്മെന്റ്സ് ആയിട്ട് ഡീൽ ചെയ്ത് പോവാം. നമുക്ക് പ്രിലിംസിന് എന്താണ് പ്രൊവിഷൻ എന്ന് മനസ്സിലാക്കിയാൽ മതി. സോ ഓർഡർ 23 എന്ന് പറയുന്നത് വിഡ്രോവൽ ഓഫ് ദ സ്യൂട്ടും അതിന്റെ കോൺസിക്വൻസസ് ആണ്. സോ റൂൾ 1, withdrawal of a suit or abandonment of the claim. Voluntary withdrawal. Rule 1, clause 1. A plaintiff can abandon the entire suit or the part of the claim against all or any defendants at any time after institution. അപ്പൊ ഞാനൊരു സ്യൂട്ട് ഫയൽ ചെയ്തിട്ട് ആ സ്യൂട്ട് നമുക്ക് ഏത് സമയം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അബാൻഡൻ ചെയ്യാം, നിർത്താം. പക്ഷെ മൈനർ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ കോർട്ടിന്റെ പെർമിഷനോട് കൂടി മാത്രമേ വിഡ്രോവലിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. ദെൻ റൂൾ 1 ക്ലോസ് 3. റൂൾ 1 ക്ലോസ് 3 എന്ന് പറയുന്നത് വിത്ത് ദ പെർമിഷൻ ഓഫ് ദ കോർട്ട് ആണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നത്. വിത്ത് ദ പെർമിഷൻ ഓഫ് ദ കോർട്ട് ടു ഫയൽ ദ ഫ്രഷ് സ്യൂട്ട്. ഫ്രഷ് സ്യൂട്ട് ഫയൽ ചെയ്യാനുള്ള പെർമിഷനോട് കൂടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാം, വിഡ്രോ ചെയ്യാം, ആ ഒരു പർട്ടിക്കുലർ സ്യൂട്ട് വിഡ്രോ ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഫ്രഷ് സ്യൂട്ട് ഫയൽ ചെയ്യാനുള്ള പെർമിഷൻ ലീവ് വാങ്ങിച്ചതിന് ശേഷം ആണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഫ്രഷ് സ്യൂട്ട് ഫയൽ ചെയ്യാം. അതല്ല കോർട്ടിന്റെ പെർമിഷൻ വാങ്ങിക്കാതെയാണ് നമ്മൾ വിഡ്രോവലിലേക്ക് പോയിട്ടുണ്ടെന്നെങ്കിൽ അവിടെ എന്തായി, ടോട്ടൽ ബാറായി. ഫ്രഷ് സ്യൂട്ട് പിന്നെ സെയിം കോസ് ഓഫ് ആക്ഷനിൽ ഫയൽ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഓർഡർ 23 പറയുന്നത്. സോ വിഡ്രോവൽ വിത്ത് ലിബർട്ടി ടു സ്യൂ അഫ്രഷ്, അതാണ് റൂൾ 1 ക്ലോസ് 3. സോ ദ കോർട്ട് മേ ഗ്രാന്റ് പെർമിഷൻ ടു വിഡ്രോ വിത്ത് ലിബർട്ടി ടു ഫയൽ എ ഫ്രഷ് സ്യൂട്ട് only if the suit is bound to fail due to formal defect. അപ്പൊ ഫോർമൽ ഡിഫക്റ്റ് കാരണം ആ സ്യൂട്ട് ഫെയിൽ ആകും എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടി ക്യാൻ അപ്ലൈ ടു ദ കോർട്ട് എന്താണ്, ടു വിഡ്രോ ദ സ്യൂട്ട് വിത്ത് ദ ലിബർട്ടി ടു ഫയൽ ഫ്രഷ് സ്യൂട്ട്. സോ വാട്ട് ഈസ് മെന്റ് ബൈ ഫോർമൽ ഡിഫക്ട്? അപ്പൊ ഫോർമൽ ഡിഫക്ട് ഉണ്ടെങ്കിൽ സ്യൂട്ട് നമുക്ക് എന്ത് ചെയ്യാം, വിഡ്രോ ചെയ്യാം. അപ്പൊ എന്താണ് ഫോർമൽ ഡിഫക്ട്? ഫോർമൽ ഡിഫക്ട് എന്ന് വെച്ചാല് ഒരു കോസ് ഓഫ് ആക്ഷനെ അഫക്ട് ചെയ്യുന്നതോ അദ്ദേഹത്തിന്റെ റൈറ്റിനെ അഫക്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് റെമഡീനെ അഫക്ട് ചെയ്യുന്നതോ അല്ലാത്ത ഡിഫക്ട്, അത് പ്രൊസീജറൽ ഡിഫക്ട് ആയിരിക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് സെക്ഷൻ 80 പ്രകാരം CPC-യിൽ ഒരു ഗവൺമെന്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു സ്യൂട്ട് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 months നോട്ടീസ് എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്. അത് നമുക്ക് ഏത് സമയത്ത് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം, അർജന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആക്ഷൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രം ഈ 2 months നോട്ടീസ് ഫയൽ ചെയ്യേണ്ട കാര്യമില്ല. അതല്ലാത്ത പക്ഷം ഗവൺമെന്റിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഒരു സ്യൂട്ട് ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, 2 months നോട്ടീസ് ഗവൺമെന്റിന് അയച്ചിട്ടുണ്ടാവണം. സോ അങ്ങനെ നമ്മൾ അയക്കാതെയാണ് ഒരു സ്യൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ സ്യൂട്ടിനെ എഫക്ട് ചെയ്യും. സോ അതെന്താണ്, ഒരു ഫോർമൽ ഡിഫക്റ്റ് ആണ്. അപ്പൊ പാർട്ടിക്ക് അറിയാം, സ്യൂട്ട് ഫയൽ ചെയ്തപ്പോൾ പാർട്ടിക്ക് മനസ്സിലായി, അയ്യോ ഞാൻ സെക്ഷൻ 80 കംപ്ലൈ ചെയ്തിട്ടില്ല, 2 മാസത്തെ നോട്ടീസ് ഞാൻ ഫയൽ ചെയ്തിട്ടില്ല, ഈ സ്യൂട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തായാലും തള്ളും. സോ ഞാൻ എന്ത് ചെയ്യാണ്, വിത്ത് പെർമിഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, ടു ഫയൽ എ ഫ്രഷ് സ്യൂട്ട് അത് വിഡ്രോ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യാം, എനിക്ക് നോട്ടീസ് ഫയൽ ചെയ്തതിനു ശേഷം 2 മാസം കഴിഞ്ഞിട്ട് സ്യൂട്ട് വീണ്ടും ഫയൽ ചെയ്യാം. അപ്പൊ സെയിം കോസ് ഓഫ് ആക്ഷൻ തന്നെ എനിക്ക് എന്ത് ചെയ്യാം, ഫ്രഷ് സ്യൂട്ട് ഫയൽ ചെയ്യാം. അതൊരു ഫോർമൽ ഡിഫക്റ്റ് ആണ്. സോ അങ്ങനെ ഒരു ഫോർമൽ ഡിഫക്റ്റ് കാരണം എന്താണ്, സ്യൂട്ട് ഫെയിൽ ആകും എന്ന് പാർട്ടിക്ക് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടിക്ക് എന്ത് ചെയ്യാം, വിത്ത് പെർമിഷൻ ഓഫ് ദ കോർട്ട് വിഡ്രോ ചെയ്യാം. എന്ത് പെർമിഷൻ ആണ്, ടു ഫയൽ എ ഫ്രഷ് സ്യൂട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇഫ് ദർ ആർ അതർ സഫിഷ്യന്റ് ഗ്രൗണ്ട്സ് ഫോർ അലൗവിങ് ഫ്രഷ് ലിറ്റിഗേഷൻ. അപ്പൊ ദെൻ ബാർ ഓൺ ഫ്രഷ് സ്യൂട്ട്. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നതാണെങ്കിൽ ഫ്രഷ് സ്യൂട്ട് പാടില്ല, ഫ്രഷ് സ്യൂട്ടിലേക്ക് ഉള്ള ഓപ്ഷൻ ഇല്ല എന്ന് പറയുന്നത് റൂൾ 1 ക്ലോസ് 4-ലാണ്. So plaintiff will be barred from fresh suit if they abandon a suit of claim under rule 1 clause 1 or they withdraw without permission under rule 1 clause 3. So rule 1 clause 1 പ്രകാരമോ rule 1 clause 3-ൽ without the permission of the court withdraw ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 clause 4-ൽ പറയുന്നു fresh suit barred ആണ്, പിന്നെ നമുക്ക് fresh suit ആയിട്ട് പോകാനായിട്ട് സാധിക്കില്ല. Then അതേപോലെ തന്നെ order 23-യുടെ rule 3A ഡീൽ ചെയ്യുന്നത് കോംപ്രമൈസ് ഡിഗ്രി ആണ്. കോംപ്രമൈസ് ഡിഗ്രി എപ്പോഴാണ് ഉണ്ടാവുക, 2 എയും ബിയും തമ്മിലൊരു സ്യൂട്ട് ഫയൽ ചെയ്യും. സ്യൂട്ടിന്റെ ഇടയിൽ ഇവർ തമ്മിൽ കോംപ്രമൈസിലേക്ക് പോകും.
കോംപ്രമൈസിലേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാർട്ടി എന്ത് ചെയ്യും, കോർട്ടിലേക്ക് വന്നിട്ട് ഞങ്ങൾ ഇത് കോംപ്രമൈസ്ഡ് ആയി എന്ന് പറയും. ഈ കോംപ്രമൈസ്ഡ് ആയി എന്ന് പറയുന്നത് കോടതി എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. ഈ റെക്കോർഡ് ചെയ്തതിനു ശേഷം കോംപ്രമൈസ് ഡിഗ്രി കോർട്ട് പാസ് ചെയ്യും. സോ കോംപ്രമൈസ് ഡിഗ്രി പാസ് ചെയ്ത് കഴിഞ്ഞു എന്ന് വെച്ചാൽ പിന്നീട് ഈ കോംപ്രമൈസ് ഡിഗ്രീനെ ചലഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, സെപ്പറേറ്റ് സ്യൂട്ട് മൂവ് ചെയ്യാൻ സാധിക്കില്ല. ഇതാണ് റൂൾ 3A പറയുന്നത്. സോ ബാർ ടു സ്യൂട്ട് എഗെയിൻസ്റ്റ് ദി കോംപ്രമൈസ് ഡിഗ്രി. ഒരു കോംപ്രമൈസ് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കില്ല, സ്യൂട്ട് ഫയൽ ചെയ്യാൻ സാധിക്കില്ല. നോ സെപ്പറേറ്റ് സ്യൂട്ട് ഷാൽ ലൈ ടു സെറ്റ് അസൈഡ് എ ഡിഗ്രി ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് the compromise on which it is passed based was not lawful. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഈ കോംപ്രമൈസ് ഡിഗ്രി പാസ് ചെയ്തിട്ടുള്ളത് ലോഫുൾ അല്ല, അൺലോഫുൾ ആയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സെപ്പറേറ്റ് സ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ എപ്പോഴാണൊരു കോംപ്രമൈസ് ഡിഗ്രി നോട്ട് ലോഫുൾ എന്ന് പറയുന്നത്, ഇഫ് ഇറ്റ് ഇസ് വിഷിയേറ്റഡ്. വിഷിയേറ്റ് എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ കോൺട്രാക്ട് ആക്ടിൽ പറഞ്ഞിട്ടുള്ള രീതിയിൽ വല്ല കൊയേഷനോ അൺഡ്യൂ ഇൻഫ്ലുവൻസോ ഫ്രോഡോ മിസ്റ്റേക്കോ, അപ്പൊ അങ്ങനെ എന്തെങ്കിലും വിഷിയേറ്റിംഗ് എലമെന്റ്സ് അഫക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു കോംപ്രമൈസ് ഡിഗ്രിയിലേക്ക് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കത് ചലഞ്ച് ചെയ്ത് സെപ്പറേറ്റ് സ്യൂട്ടിലേക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, മൂവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്ത് റെമഡിയാണുള്ളത്, നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ സെപ്പറേറ്റ് സ്യൂട്ട് ഫയൽ ചെയ്യാൻ പറ്റാത്ത കൂടുതൽ സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, അതേ കോടതിയിൽ തന്നെ അപ്ലിക്കേഷൻ ഫയൽ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇവിടെ എന്ത് സംഭവിച്ചു, കോംപ്രമൈസ് ഡിഗ്രി വന്നു, ആ കോംപ്രമൈസ് ഡിഗ്രിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ചലഞ്ച് ചെയ്തുകൊണ്ട് സ്യൂട്ട് മൂവ് ചെയ്യാൻ സാധിക്കില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, സെയിം കോർട്ടിൽ അപ്ലിക്കേഷൻ ആണ് ഫയൽ ചെയ്യുക. സോ ഇവിടെ ഒരു എക്സാമ്പിൾ വന്നിട്ടുള്ളത്, രാജ് സ്യൂസ് ഹിസ് ബ്രദർ സമീർ ടു ഫിസിക്കലി പാർട്ടീഷൻ ദർ ഷെയർഡ് ഫാമിലി ലാൻഡ്. അപ്പൊ രാജ് എന്ത് ചെയ്യാണ്, സമീർ എന്ന തന്റെ ബ്രദറിന് എഗെയിൻസ്റ്റ് ആയിട്ട് പാർട്ടീഷന് വേണ്ടിയിട്ട് ഒരു സൂട്ട് ഫയൽ ചെയ്തു. ഡ്യൂറിംഗ് ദ കേസ് രാജ് ലേൺസ് ദാറ്റ് പാർട്ടീഷൻ വുഡ് വയലേറ്റ് സമീർസ് ബാങ്ക് ലോൺ കോസിംഗ് ഫിനാൻഷ്യൽ റൂയിൻ. അപ്പൊ ഈ കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തന്റെ ബ്രദറിന് ഫിനാൻഷ്യൽ റൂയിൻ ഉണ്ടാവും, അദ്ദേഹത്തിന്റെ ബാങ്ക് ലോണിനെ അത് ബാധിക്കും. അപ്പൊ എന്റെ ബ്രദറിന് ഇതെന്ത് ചെയ്യും, അഫക്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ട് രാജ് എന്ത് ചെയ്യാണ്, ടു അവോയ്ഡ് ഹാർമിംഗ് ഹിസ് ബ്രദർ, Raj files a voluntarily withdraw his suit under Rule 1 Clause 1. അപ്പൊ വോളണ്ടറി അബാൻഡൻമെന്റ് ആണ് ചെയ്യുന്നത്, റൂൾ 1 Clause 1 ചെയ്യുന്നത്. അപ്പൊ അതിന്റെ എഫക്ട് എന്ന് പറയുന്നത് എന്താണ്, കോർട്ട് ഡിസ്മിസസ് ദ സ്യൂട്ട്. അപ്പൊ ഇതിന്റെ എഫക്ട് ആയിട്ട് കോടതി എന്ത് ചെയ്തു, സ്യൂട്ടിനെ ഡിസ്മിസ് ചെയ്യാം. അപ്പൊ റൂൾ 1 Clause 1 വോളണ്ടറി അബാൻഡൻമെന്റ് ആണ് പറയുന്നത്, വോളണ്ടറി വിഡ്രോവൽ ഓഫ് ദ സ്യൂട്ട് ആണ് പറയുന്നത്. റൂൾ 1 Clause 3 എന്താണ് പറയുന്നത്, കോടതിയുടെ പെർമിഷനോട് കൂടി ഫ്രഷ് സ്യൂട്ടിന്റെ പെർമിഷൻ വാങ്ങിച്ചുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, വിഡ്രോ ചെയ്യാം. എപ്പോഴൊക്കെയാണ്, ഇഫ് ദർ ഇസ് എ ഫോർമൽ ഡിഫക്ട് ഓർ ഇഫ് ദർ ഇസ് എ സഫിഷ്യന്റ് റീസൺ. പക്ഷെ ഇവിടെ രാജ് എങ്ങനെയാണ്, റൂൾ 1 Clause 1 പ്രകാരം വോളണ്ടറിലി വിഡ്രോ ചെയ്തു. അപ്പൊ ഇവിടെ പെർമിഷൻ ടു ഫയൽ എ ഫ്രഷ് സ്യൂട്ട് ഇല്ല. അപ്പൊ അതിന്റെ കോൺസിക്വൻസ് ആയിട്ട് എന്ത് സംഭവിച്ചു, ഇയേഴ്സ് ലേറ്റർ ഈവൻ ഇഫ് സമീർസ് ഫിനാൻസസ് ഇംപ്രൂവ്, രാജ് ഇസ് പെർമനന്റ്ലി ബാർ ഫ്രം സൂയിങ് ഫോർ പാർട്ടീഷൻ അഗെയിൻ ഓൺ ദിസ് same claim, the door is closed. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു, once he has voluntarily withdraw the suit, he cannot later file a subsequent suit on the same cause of action. അപ്പൊ അത് ആ ഡോർ ടോട്ടൽ ആയിട്ട് ക്ലോസ് ചെയ്തു. ഇതാണ് അതിന്റെ എഫക്ട് വരുന്നത്. അപ്പോ then 1 Clause 3 നമ്മൾ പറഞ്ഞു ഫോർമൽ ഡിഫക്ട് ഉണ്ട്, ഓൺ അതർ സഫിഷ്യന്റ് ഗ്രൗണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു. സോ ഫോർമൽ ഡിഫക്ടിന്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, A sues Y for specific performance of a contract to sell a house. അപ്പൊ എന്താണ്, വീട് വിൽക്കണം, അപ്പൊ ആ കോൺട്രാക്ടിന്റെ സ്പെസിഫിക് പെർഫോമൻസ് നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് എക്സ് എന്ത് ചെയ്യാണ്, വൈക്ക് എഗെയിൻസ്റ്റ് സ്യൂട്ട് ഫയൽ ചെയ്തു. ആഫ്റ്റർ ദ സ്യൂട്ട് ഇസ് ഫയൽഡ്, എക്സ് റിയലൈസസ് he failed to stamp the agreement properly. അപ്പൊ പ്രോപ്പർ സ്റ്റാമ്പ് എഗ്രിമെന്റിൽ ഇല്ല എന്ന് എക്സ് മനസ്സിലാക്കുന്നു. അപ്പൊ ഈ പ്രോപ്പർ സ്റ്റാമ്പ് ഇല്ലാത്തൊരു ഡോക്യുമെന്റ് വെച്ചിട്ട് എനിക്ക് കേസ് നടത്തി കൊണ്ടുപോകാൻ പറ്റില്ല. സോ ഇറ്റ് ഇസ് എ ഫോർമൽ ഡിഫക്ട്. സോ ദ കോർട്ട് ഈസ് ലൈക്ലി ടു ഡിസ്മിസ് ദ സ്യൂട്ട് ബിക്കോസ് ഓഫ് ദിസ് ടെക്നിക്കാലിറ്റി. അപ്പൊ ഈ പ്രോപ്പർ അഗ്രിമെന്റിൽ സ്റ്റാമ്പ് ഇല്ലാത്തത് കൊണ്ട് ഇത് ഫോർമൽ ഡിഫക്ട് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇത് എന്തിലേക്ക് പോകും, ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് സ്യൂട്ട് ഡിസ്മിസിലേക്ക് പോകും. സോ എക്സ് അപ്ലൈസ് ടു വിഡ്രോ ദ സ്യൂട്ട് വിത്ത് ലിബർട്ടി ടു സ്യൂ എഫ്രഷ്. അപ്പൊ എന്ത് ചെയ്യാണ്, സ്യൂട്ട് വിഡ്രോ ചെയ്തു. സോ ദ കോർട്ട് സീയിങ് ദ ക്യൂറബിൾ ഫോർമൽ ഡിഫക്ട് ഗ്രാൻഡ് പെർമിഷൻ. സോ എന്ത് ചെയ്യാം, കോടതിക്ക് പെർമിഷൻ കൊടുത്തുകൊണ്ട് അത് വിഡ്രോ ചെയ്യാം. സോ എക്സ് ക്യാൻ നൗ പ്രോപ്പർലി സ്റ്റാമ്പ് ദി അഗ്രിമെന്റ് ആൻഡ് ഫയൽ എ ബ്രാൻഡ് ന്യൂ സ്യൂട്ട്.
the fresh suit അല്ലെങ്കിൽ first suit is not held against him. അപ്പൊ അങ്ങനെ ചെയ്യാം. Then other sufficient grounds, മറ്റേതെങ്കിലും ഗ്രൗണ്ടിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. For example, P files a partition suit against his brother Q and R. Qയ്ക്കും Rനും against ആയിട്ട് partition suit ഫയൽ ചെയ്യും. During the process, a crucial witness, without whom the case cannot be proved. അപ്പോ ഒരു വിറ്റ്നസ് ഉണ്ട്, അയാൾ ഇല്ല എങ്കിൽ ആ കേസ് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്ത് സംഭവിക്കുകയാണ്? ഹി ഡൈസ് അൺഎക്സ്പെക്ടഡ്ലി, അയാൾ മരിച്ചു പോവുകയാണ്. സോ ഇവിടെ പി എന്ത് ചെയ്യുന്നു? ഹി പ്ലീഡ്സ് ദാറ്റ് ദിസ് ഇസ് എ സഫിഷ്യന്റ് ഗ്രൗണ്ട് ടു വിഡ്രോ വിത്ത് ലിബർട്ടി ടു ഫയൽ ഫ്രഷ് സ്യൂട്ട് ആസ് ഹി കനോട്ട് പ്രൂവ് ഹിസ് കേസ് നൗ. അപ്പൊ ഇയാൾ എന്ത് ചെയ്യാണ്? ഇദ്ദേഹം ഈ വിറ്റ്നസ് ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ കേസ് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരു അൺഎക്സ്പെക്ടഡ്ലി എന്ത് സംഭവിക്കണം? അദ്ദേഹം മരണപ്പെട്ടു. അപ്പൊ ഈ കേസ് ഇനി എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. സോ മറ്റൊരു എവിഡൻസ് ഗ്യാദർ ചെയ്യുന്നത് വരെ എനിക്ക് സമയം വേണം. സോ എന്ത് ചെയ്യാണ്? ഞാനിത് ഈ കേസ് ഇപ്പോ എന്താണ് വിഡ്രോ ചെയ്യുന്നു വിത്ത് ലിബർട്ടി ടു ഫയൽ ഫ്രഷ് സ്യൂട്ട്. അപ്പൊ അതൊരു സഫിഷ്യന്റ് ഗ്രൗണ്ട് ആണെന്നുള്ളതാണ് പറയുന്നത്. ദെൻ 1 clause 4. 1 clause 4 പറഞ്ഞു നമ്മൾ എന്താണ്? 1 clause 1 പ്രകാരമോ 1 clause 3 പ്രകാരമോ വിഡ്രോ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രഷ് സ്യൂട്ട് ഫയൽ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ നമുക്ക് അതിന്റെ എക്സാമ്പിൾ അടുത്ത് നോക്കുകയാണെങ്കിൽ M sues N for breach of contract. Halfway through, M gets tired of litigation and simply withdraw the suit. അപ്പൊ കുറെ വർഷമായി കേസ് നടന്നുകൊണ്ട് പോകുന്നു. അപ്പൊ എമ്മിന് തന്നെ മതിയായി. സോ അദ്ദേഹം എന്ത് ചെയ്യണം? സൂട്ട് ഇനി മതി എന്നിട്ട് വിഡ്രോ ചെയ്യും. A month later, M changes his mind and tries to file the same suit again. അപ്പൊ ഒരു മാസം കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി വീണ്ടും ഒന്ന് സൂട്ട് ഫയൽ ചെയ്താലോ എന്ന് തോന്നി. അപ്പൊ അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് ഓർഡർ 23 റൂൾ 1 clause 4 പ്രകാരം ബാർഡ്. എന്തുകൊണ്ടാണ്? റൂൾ 1 clause 1 പ്രകാരം വോളണ്ടറിലി അദ്ദേഹം വിഡ്രോ ചെയ്ത് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. സോ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിക്കില്ല? പിന്നീട് സെയിം കോസിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. ദെൻ റൂൾ 3A. റൂൾ 3A എന്ന് പറയുന്നത് കോംപ്രമൈസ് ഡിഗ്രിയുടെ സിറ്റുവേഷൻ ആണ്. ഒരു ഡിഗ്രി വന്നിട്ടുള്ളത് കോംപ്രമൈസ് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അത് നോട്ട് ലോഫുൾ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചലഞ്ച് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് സ്യൂട്ട് ഫയൽ ചെയ്യാൻ പറ്റില്ല എന്ന് എക്സ്പ്രസ്ലി പറയുന്ന ഒരു പ്രൊവിഷൻ ആണ് റൂൾ 3A. സോ ഇതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെനന്റ് ലാൻഡ് ലോഡ് ഉണ്ട്. ഇവർ തമ്മിൽ റെന്റ് ഡിസ്പ്യൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേ റീച്ച് എ കോംപ്രമൈസ് ഇൻ കോർട്ട്. T will vacate in 3 months and L will waive the pending rent. അപ്പോ ഇവിടെ കോംപ്രമൈസിൽ എത്തുന്നു. കോംപ്രമൈസിൽ പറയാണ് ഞാൻ 3 മാസത്തിൽ ടെനന്റ് പറയാണ് 3 മാസത്തിൽ ഞാൻ വെക്കേറ്റ് ചെയ്തോളാം. അപ്പൊ വെക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്? പെൻഡിങ് റെന്റ് തരണ്ട എന്ന് ലാൻഡ് ലോഡും പറഞ്ഞു. അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ ഇവരെന്തിലേക്ക് എത്തുന്നു? കോംപ്രമൈസിലേക്ക് എത്തുന്നു. ദ കോർട്ട് റെക്കോർഡ്സ് ദിസ് കോംപ്രമൈസ്. അപ്പൊ കോടതി എന്ത് ചെയ്തു? ഇത് റെക്കോർഡ് ചെയ്തു ആൻഡ് പാസസ് എ കോംപ്രമൈസ് ഡിഗ്രി. അതിന്റെ ഈ റെക്കോർഡ് ചെയ്തതിന്റെ ഭാഗമായിട്ട് കോംപ്രമൈസ് ഡിഗ്രി പാസ് ചെയ്തു. ലേറ്റർ T claims L threatened him to sign the compromise. അപ്പൊ പിന്നീട് T പറയാണ് എന്നെ ത്രട്ടൺ ചെയ്തിട്ടാണ് ഞാൻ ഈ കോംപ്രമൈസിലേക്ക് എത്തിയത്. സോ ഹീസ് അൺലോഫുൾ മീൻസിലാണ് ഈ കോംപ്രമൈസിൽ എത്തിയതെന്ന് പറഞ്ഞുകൊണ്ട് ക്ലെയിം ചെയ്യാണ്. അപ്പൊ ഇവിടെ Tക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ന്യൂ ലോ സ്യൂട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ T ഫയൽസ് എ ന്യൂ ലോ സ്യൂട്ട് against L saying, Your Honor, please set aside the compromise decree because it was based on coercion. അപ്പൊ ഈ കോംപ്രമൈസ് ഡിഗ്രി കൊയേർഷൻ ബേസിലാണ്. അതുകൊണ്ട് തന്നെ ഇത് സെറ്റ് അസൈഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് Tക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഒരു സെപ്പറേറ്റ് ലോ സ്യൂട്ട് ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്ത് മാത്രമേ സാധിക്കുള്ളൂ? The correct approach, T must file an application in the original rent suit itself, asking the same judge to set aside the decree due to fraud or coercion. അപ്പൊ അദ്ദേഹത്തിന്റെ റെമഡി എന്ന് പറയുന്നത് എന്താണ്? ഫയലിംഗ് ആൻഡ് അപ്ലിക്കേഷൻ ആണ്. ഏത് അപ്ലിക്കേഷൻ, എവിടെയാണ് അപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നത്? ഇൻ ദ ഒറിജിനൽ റെന്റ് സ്യൂട്ട്. അതിന്റെ ഒറിജിനൽ സ്യൂട്ട് ഏതാണോ ആ സ്യൂട്ടിൽ തന്നെ അപ്ലിക്കേഷൻ ഫയൽ ചെയ്തുകൊണ്ട് ഇത് നോട്ട് ലോഫുൾ ആയിട്ടുള്ള ഒരു കോംപ്രമൈസ് ഡിഗ്രി ആണെന്ന് പറഞ്ഞ് അവിടെ തന്നെ അത് ചലഞ്ച് ചെയ്യേണ്ടത് സെപ്പറേറ്റ് സ്യൂട്ട് വഴിയല്ല എന്നുള്ളതാണ് ഓർഡർ 23 റൂൾ 3A പറയുന്നത്. ദെൻ അടുത്തത് ഓർഡർ 11 റൂൾ 21 ക്ലോസ് 2. ഓർഡർ 11 ഡീൽ ചെയ്യുന്നത് ഇന്ററോഗേഷൻ, ഡിസ്കവറി, ഇൻസ്പെക്ഷൻ ഓഫ് ദി ഡോക്യുമെന്റ്സ് ആണ് ഡീൽ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു കോർട്ട് ഇന്ററോഗേറ്ററിന്റെ ഒരു ഓർഡർ പാസ് ചെയ്യുകയോ ഡിസ്കവറിയുടെ ഒരു ഓർഡർ പാസ് ചെയ്യുകയോ ഇൻസ്പെക്ഷന് വേണ്ടി ഒരു ഓർഡർ പാസ് ചെയ്യുകയോ ചെയ്യുന്നു. അത് അനദർ പേഴ്സൺ എഗെയിൻസ്റ്റ് ഹൂം ഈ ഒരു ഓർഡർ പാസ് ചെയ്തിട്ടുണ്ടോ ആ വ്യക്തി അത് എന്ത് ചെയ്യുന്നില്ല, അത് പാലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. സോ പർപ്പസ് ഓഫ് ദി ഓർഡർ 11 റൂൾ 21 ക്ലോസ് 2. അപ്പൊ ഓർഡർ 11 ഡീൽ ചെയ്യുന്നത് ഇന്ററോഗേറ്ററി,
discovery, inspection of the documents ആണ്. So purpose to enforce procedural discipline and ensure parties comply with the court orders relating to the discovery of evidence, answering question or producing document. അപ്പൊ കോർട്ടിന്റെ ഓർഡേഴ്സ് പാർട്ടീസ് കംപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത് എൻഷുർ ചെയ്യാനായിട്ടാണ് ഈ ഒരു പ്രൊവിഷൻ വന്നിട്ടുള്ളത്. അത് എന്തൊക്കെയുള്ള കോർട്ട് ഓർഡേഴ്സിനെയാണ് ഈ പർട്ടിക്കുലർ ഓർഡർ 11 ഡീൽ ചെയ്യുന്നത്? ഡിസ്കവറി ഓഫ് എവിഡൻസ്, ആൻസറിങ് ക്വസ്റ്റ്യൻസ്, പ്രൊഡ്യൂസിങ് ഡോക്യുമെന്റ്സ്. സോ ഇൻ കേസ് ആ കോർട്ട് ഓർഡർ കംപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റൂൾ 21 ക്ലോസ് 1 പ്രകാരം സ്യൂട്ട് ഡിസ്മിസ്ഡ് ആയി മാറും. സോ വേറെ സ്യൂട്ട് ഇസ് ഡിസ്മിസ്ഡ് അണ്ടർ റൂൾ 21 ക്ലോസ് 1 ഡ്യൂ ടു ദ പ്ലെയിന്റിഫ്സ് ഫെയിലിയർ ടു കംപ്ലൈ വിത്ത് എൻ ഓർഡർ. അപ്പൊ ഇതിൽ എങ്ങനെയാന്ന് വെച്ചാല് പ്ലെയിന്റിഫിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് കോർട്ട് ഒരു ഓർഡർ പാസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പ്ലെയിന്റിഫ് അത് പാലിക്കാതെ വരികയാണെങ്കിൽ മാത്രമാണ് റൂൾ 21 ക്ലോസ് 1 പ്രകാരം സ്യൂട്ട് ഡിസ്മിസലിലേക്ക് പോകുന്നത്. ഇൻ കേസ് ഡിഫൻഡന്റിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇൻട്രോഗേഷൻ പറയുന്നത് വെച്ചാൽ എന്താ, നമുക്ക് എക്സാമിനേഷൻ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് എന്ത് ചെയ്യുന്നു, ഒരു ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇൻട്രോഗേഷൻ വെച്ചാൽ ക്വസ്റ്റ്യൻ നമ്മൾ ചോദ്യം ചോദിക്കുന്നതിനാണ് ഇൻട്രോഗേഷൻ എന്ന് പറയുന്നത്. സോ ആ ചോദ്യങ്ങൾ അടങ്ങുന്ന ആ ഒരു ഇത് നമ്മൾ കോർട്ടിൽ ഫയൽ ചെയ്ത് അത് ആരെ കൊണ്ട് നമ്മൾ ആൻസർ ചെയ്യിപ്പിക്കണോ അവർക്ക് ഇത് എത്തിക്കുക. സോ പ്ലെയിന്റിഫ് ഇസ് ഫയലിംഗ് ആൻ ഇൻട്രോഗേഷൻ അഗെയിൻസ്റ്റ് ദ ഡിഫൻഡന്റ് ആണ്. സോ ഡിഫൻഡന്റ് അഗെയിൻസ്റ്റ് ആയിട്ട് ഇൻട്രോഗേഷൻ ഫയൽ ചെയ്യുന്നു. ഡിഫൻഡന്റ് അത് പാലിക്കുന്നില്ല, കംപ്ലൈയിങ് വിത്ത് ദ കോർട്ട് ഓർഡർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സ്ട്രക്കിംഗ് ഓഫ് ദി ഡിഫൻസ് ഓഫ് ദി ഡിഫൻഡന്റ് ആണ് ചെയ്യുക. സ്ട്രക്കിംഗ് ഓഫ് ദി എന്താണ് ഡിഫൻസ് ഓഫ് ദ ഡിഫൻഡന്റ് ആണ് എഫക്ട് വരിക. പകരം ഡിഫൻഡന്റ് ആണ് ഈ ഒരു ഇൻട്രോഗേറ്ററീസോ ഡിസ്കവറിയോ ഇൻസ്പെക്ഷനോ ക്ലെയിം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് പ്ലെയിന്റിഫ് പാലിക്കുന്നില്ല. ഡിഫൻഡന്റ് ഫയൽ ചെയ്ത് പ്ലെയിന്റിഫിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഓർഡർ വന്ന് പ്ലെയിന്റിഫ് പാലിക്കാത്ത സിറ്റുവേഷനിൽ മാത്രമാണ് സ്യൂട്ട് എന്തിലേക്ക് പോകുന്നത്, ഡിസ്മിസലിലേക്ക് പോകുന്നത്. അങ്ങനെ ഒരു റൂൾ 21 പ്രകാരം സ്യൂട്ട് ഡിസ്മിസ്ഡ് ആയി മാറി. എന്ത് കാരണം കൊണ്ട്? പ്ലെയിന്റിഫ് failure to comply with the order for interrogatories, discovery or inspection of a document. അങ്ങനെ suit dismiss ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ the plaintiff shall be precluded from bringing a fresh suit on the same cause of action. അപ്പോ ഓർഡർ 11 റൂൾ 21 പ്രകാരം സ്യൂട്ട് ഡിസ്മിസലിലേക്ക് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ plaintiff is precluded from bringing a fresh suit. ഇതാണ് നമ്മളുടെ ഓർഡർ 11 പറയുന്നത്. So a specific order for the discovery has been violated by the plaintiff. അപ്പൊ പ്ലെയിന്റിഫിന്റെ ഭാഗത്താണ് വയലേഷൻ. നമ്മുടെ കോർട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഓർഡർ ഫോർ ഡിസ്കവറി ആണ്. അങ്ങനെയെങ്കിൽ the suit is dismissed for want of prosecution. That means failure to proceed with the case. അങ്ങനെയെങ്കിൽ എന്ത് സംഭവിക്കും? The dismissal acts as a permanent bar for filing a new lawsuit for the same cause of action. അപ്പൊ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ A filed a suit against B for breach of contract claiming 5 lakh. അപ്പൊ 5 ലക്ഷം രൂപ ചോദിച്ച് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൽ സൂട്ട് ഫയൽ ചെയ്തു. ഡ്യൂറിംഗ് ദ പ്രൊസീഡിംഗ്സ് ദ കോർട്ട് ഓർഡേഴ്സ് എ ടു പ്രൊഡ്യൂസ് സർട്ടൻ ഡോക്യുമെന്റ്സ് ആൻഡ് ആൻസർ സർട്ടൻ ഇൻട്രോഗേറ്ററീസ്. അപ്പൊ ഇൻട്രോഗേറ്ററി ആൻസർ ചെയ്യാനും ചില ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനും എയോട് കോർട്ട് ഓർഡർ ചെയ്യുന്നു. ആൻഡ് എ ഫെയിൽസ് ടു കംപ്ലൈ വിത്ത് ദിസ് ഓർഡർ ഈവൺ ആഫ്റ്റർ റിപ്പീറ്റഡ് ഡയറക്ഷൻ. അപ്പൊ കോർട്ട് റിപ്പീറ്റഡ് ഡയറക്ഷൻ കൊടുക്കുകയാണ്, ഈ ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യൂ, ഈ ഇൻട്രോഗേറ്ററീസ് ആൻസർ ചെയ്യൂ. പക്ഷെ എ എന്ത് ചെയ്യുന്നില്ല, കംപ്ലൈ ചെയ്യുന്നില്ല. സോ കോർട്ട് എന്ത് ആക്ഷൻ എടുക്കുക? സോ കോർട്ട് അണ്ടർ ഓർഡർ 11 റൂൾ 21 ക്ലോസ് 1 dismisses the suit for non compliance with the discovery order. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? സ്യൂട്ട് ഡിസ്മിസ് ചെയ്തു. ആഫ്റ്റർ സച്ച് ഡിസ്മിസൽ എ cannot file a fresh suit against B for the same breach of contract or for the same 5 lakh rupees. അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. The dismissal for non compliance with the discovery is treated as final and operate as a bar to any new suit on the same cause of action. Then അടുത്തത് ലാസ്റ്റ് പ്രൊവിഷൻ ആണ് ഓർഡർ 33 റൂൾ 1 അല്ല റൂൾ 15. ഓർഡർ 33 ഡീൽ ചെയ്യുന്നത് ഇൻഡിജന്റ് അപ്ലിക്കേഷനെ കുറിച്ചാണ്. ഇൻഡിജന്റ് പേഴ്സൺ എന്ന് പറയുന്നത് ആരാണ്? ഇൻഡിജന്റ് പേഴ്സൺ എന്ന് വെച്ചാല് കോർട്ട് ഫീ അടയ്ക്കാൻ പറ്റാത്ത ആളുകളെയാണ് നമ്മൾ ഇൻഡിജന്റ് പേഴ്സൺ എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാല് അദ്ദേഹം പൂവർ ആണ് അല്ലെങ്കിൽ എക്കണോമിക്കലി വീക്ക് ആണ് എന്നുള്ളതല്ല. ഹി ഹാസ് നോ മീൻസ് ടു പേ ദ കോർട്ട് ഫീ. ഫോർ എക്സാമ്പിൾ, എ എന്ന് പറയുന്ന ഒരു വ്യക്തി സ്യൂട്ട് ഫയൽ ചെയ്തു.
സ്യൂട്ടിലുള്ളത് ഒരു 5 ഏക്കറിലുള്ള ഒരു ഭൂമിയാണ് സ്യൂട്ടിൽ കിടക്കുന്നത്. ദെൻ അദ്ദേഹം താമസിക്കുന്നത് 2 കോടി രൂപയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ ഈ സ്യൂട്ട് ഫയൽ ചെയ്യുമ്പോൾ ഇഫ് ദാറ്റ് പേഴ്സൺ ഹാസ് നോ മീൻസ് ടു ഫയൽ ദ കോർട്ട് ഫീ അടയ്ക്കാൻ അദ്ദേഹത്തിന് വഴിയില്ല. ആ കോർട്ട് ഫീ അടയ്ക്കാനുള്ള മീൻസിൽ എന്ത് കാൽക്കുലേറ്റ് ചെയ്യില്ല? ദ പ്രോപ്പർട്ടി അണ്ടർ ലിറ്റിഗേഷൻ കാൽക്കുലേറ്റ് ചെയ്യില്ല. അപ്പൊ 5 ഏക്കറിന്റെ ഭൂമിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. 2 കോടി രൂപയുടെ വീട്ടിൽ താമസിക്കുന്നു. ഈ 2 കോടി രൂപയുടെ വീട് വിറ്റിട്ട് 10,000 രൂപയുടെ കോർട്ട് ഫീ അടയ്ക്കണമെന്ന് നമുക്കൊരു പേഴ്സണത്ത് ആവശ്യപ്പെടാനായിട്ട് സാധിക്കില്ല. സോ മിയർലി ബിക്കോസ് എന്താണ് ഹി ഹാസ് മീൻസ്, അത് മീൻസ് ഇത്രയും വലിയ വീട്ടിലാണ് താമസിക്കുന്നത്, ഇത്രയും വലിയൊരു പ്രോപ്പർട്ടിയുടെ കേസാണ് നടത്തുന്നത്, ഡസൻ മീൻ ദാറ്റ് ഹി ഈസ് എന്താണ് ഏബിൾ ടു പേ ദ കോർട്ട് ഫീ. കോർട്ട് ഫീ അടയ്ക്കാൻ ഏബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ് ഇൻഡിജന്റ് പേഴ്സന്റെ ആരാണ് ഇൻഡിജന്റ് പേഴ്സൺ മീൻസ് എ പേഴ്സൺ ഹു ഹാസ് നോ മീൻസ് ടു പേ ദ കോർട്ട് ഫീ എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും വലിയ വീട്ടിൽ താമസിക്കുന്നു എന്ന് വെച്ചിട്ട് ഈ 2 കോടിന്റെ വീട് വിറ്റുകൊണ്ട് താങ്കൾ കോർട്ട് ഫീ അടയ്ക്കൂ എന്ന് പറയാൻ സാധിക്കില്ല. സോ അതാണ് ഇൻഡിജന്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ. സോ ഇൻഡിജന്റ് പേഴ്സൺ മീൻസ് ടു പ്രിവെന്റ് റിപ്പീറ്റഡ് ആൻഡ് ഫ്രിവലസ് അപ്ലിക്കേഷൻ ഫോർ പെർമിഷൻ ടു സ്യൂ ആസ് എൻ ഇൻഡിജന്റ് പേഴ്സൺ ഫോർ ദ സെയിം ക്ലെയിം. അപ്പോ ആദ്യം ഇൻഡിജന്റ് അപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നു, അത് റിജക്ട് ചെയ്തു, വീണ്ടും ഇൻഡിജന്റ് അപ്ലിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഫയൽ ചെയ്യാൻ പറ്റില്ല, സെയിം ക്ലെയിമിന് സാധിക്കില്ല. Then an order refusing an application to sue as an indigent person shall be a bar to any subsequent application of a like nature by the same person in respect of the same right to sue. So ഒരു തവണ ഇൻഡിജന്റ് പേഴ്സന്റെ അപ്ലിക്കേഷൻ റിഫ്യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സിക്വന്റ് അപ്ലിക്കേഷനും ബാർഡ് ആണ് എന്നുള്ളതാണ്. A fresh application to sue without paying court fee for the same cause of action is barred. അപ്പൊ എന്താണ്? ഫ്രഷ് അപ്ലിക്കേഷൻ നമ്മൾ ഫയൽ ചെയ്യുന്നത് ഒരു തവണ ഇൻഡിജന്റ് പേഴ്സന്റെ സ്യൂട്ട് അപ്ലിക്കേഷൻ ഫയൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫെർദർ സ്യൂട്ട് ഫയൽ ചെയ്യുകയാണെങ്കിൽ വിത്ത് എന്താണ് കോർട്ട് ഫീ അടച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? സെക്കൻഡ് സ്യൂട്ട് ഫയൽ ചെയ്യുന്നത്. സോ വാട്ട് ഈസ് നോട്ട് ബാർഡ്? ദി അപ്ലിക്കന്റ് ഇസ് ലിബർട്ടി ടു ഇൻസ്റ്റിറ്റ്യൂട്ട് എ റെഗുലർ സ്യൂട്ട് ഫോർ ദ സെയിം റൈറ്റ്. ദ പ്ലെയിന്റിഫ് മസ്റ്റ് പേ ദ റിക്വയർഡ് കോർട്ട് ഫീ at the time of instituting the suit or within the time allowed by the court. So the plaint in the subsequent regular suit will be rejected unless the applicant also pay cost incurred by the state government and the opposite party in opposite the original indigent application. So indigent application ഉണ്ടായിരുന്നു, ആ indigent application എന്ത് സംഭവിച്ചു? റിഫ്യൂസ് ചെയ്തു. എന്ന് വെച്ചാൽ അദ്ദേഹം indigent person അല്ല എന്ന് പറഞ്ഞു. അപ്പോ ഏതൊക്കെ ഗ്രൗണ്ടിലാണ് indigent personന്റെ അപ്ലിക്കേഷൻ റിഫ്യൂസ് ചെയ്യുക എന്നുള്ളത് ഓർഡർ 23 റൂൾ 5 പറയുന്നുണ്ട്. സോ അത് പ്രകാരം ഈ ഒരു അപ്ലിക്കേഷൻ എന്ത് ചെയ്തു? റിജക്ട് ചെയ്തു. സബ്സിക്വന്റ് സ്യൂട്ട് ആയിട്ട് പോകണമെങ്കിൽ എന്ത് വേണം? അദ്ദേഹം കോർട്ട് ഫീ അടച്ചിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിനും ഓപ്പോസിറ്റ് പാർട്ടിക്കും ഇൻഡിജന്റ് അപ്ലിക്കേഷൻ ഫയൽ ചെയ്യാൻ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കുണ്ടായ കോസ്റ്റും കൂടെ പേ ചെയ്താൽ മാത്രമേ സബ്സിക്വന്റ് ദാറ്റ് മീൻസ് നെക്സ്റ്റ് സ്യൂട്ട് ആയിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? മൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. So once an indigent application is എന്ത് ചെയ്തു? റിഫ്യൂസ് ചെയ്തു എങ്കിൽ he can file a regular suit. റെഗുലർ സ്യൂട്ട് ഫയൽ ചെയ്യണമെങ്കിൽ he should pay the required court fee. അതേപോലെ തന്നെ he also need to pay the cost. കോസ്റ്റ് വരുന്നത് ആർക്കൊക്കെയാണ്? ഫോർ ദ സ്റ്റേറ്റ് ഗവൺമെന്റും ഓപ്പോസിറ്റ് പാർട്ടി. എന്തിനാണ് അവർക്ക് കോസ്റ്റ് കൊടുക്കുന്നത്? ബിക്കോസ് ദേ ഒപ്പോസ് ടു ദി ഒറിജിനൽ ഇൻഡിജന്റ് അപ്ലിക്കേഷൻ. ഇത് രണ്ടും ചെയ്താൽ മാത്രം എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ? റെഗുലർ സ്യൂട്ട് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. സോ A files an application to sue B as an indigent person for the recovery of 2 lakh. The court refuses the application after inquiry, finding that A is not an indigent and has sufficient means to pay the court fee. So A എന്ത് ചെയ്യാണ്? ബിക്കെതിരെ ഒരു സ്യൂട്ട് ഫയൽ ചെയ്തു. അപ്പൊ ബിക്കെതിരെ ഫയൽ ചെയ്ത സ്യൂട്ടിന്റെ കൂടെ തന്നെ ഇൻഡിജന്റ് പേഴ്സൺ ആണ് ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ള അപ്ലിക്കേഷൻ ഫയൽ ചെയ്തു ഫോർ ദ റിക്കവറി ഓഫ് 2 lakh rupees. ഈ ഒരു A ഫയൽ ചെയ്തിട്ടുള്ള ഇൻഡിജന്റ് അപ്ലിക്കേഷൻ എന്ത് സംഭവിക്കുകയാണ്? റിഫ്യൂസ് ചെയ്യാം ആഫ്റ്റർ ഇൻക്വയറി, ഫൈൻഡിങ് ദാറ്റ് A is not indigent and has sufficient means to pay the court fee. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ദിസ് റിഫ്യൂസൽ A cannot file another indigent application for the same 2 lakh claim, and A is allowed to file a regular suit for the same claim provided. കോർട്ട് ഫീ അടയ്ക്കാൻ പറ്റാത്ത ആളെ ആണോ ഇൻഡിജന്റ് പേഴ്സൺ എന്ന് പറയുന്നത്? കോർട്ട് ഫീ അടയ്ക്കാൻ പറ്റാത്ത ആളെയാണ് നമ്മൾ ഇൻഡിജന്റ് പേഴ്സൺ എന്ന് വിളിക്കുക. അത്രേ ഉള്ളൂ. അപ്പൊ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഇപ്പൊ 2 കോടി വീട്ടില് 2 കോടിന്റെ വീട്ടിലൊക്കെ താമസിക്കുന്ന ആൾക്ക് കോർട്ട് ഫീ എന്ന് പറയുന്നത് അടയ്ക്കാൻ പറ്റാവുന്നല്ലേ ഉള്ളൂ എന്നുള്ള പ്രിസംപ്ഷൻ ഒന്നുമില്ല. നമ്മൾ കോർട്ട് ഫീ അടയ്ക്കാൻ ആൾക്ക് മീൻസ് ഉണ്ടോന്ന് നോക്കും.
ഈ മീൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർട്ടി അണ്ടർ അറ്റാച്ച്മെന്റ് കൺസിഡർ ചെയ്യില്ല. അതേപോലെ തന്നെ സെക്ഷൻ 60 വരുന്ന അറ്റാച്ച്മെന്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടീസ് ഒക്കെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന്റെ മീൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. അദ്ദേഹത്തിന്റെ മീൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു വരുമാനവും ഇല്ല, അദ്ദേഹം താമസിക്കുന്നത് അമ്മയുടെ വീട്ടിലാണ്, അല്ലെങ്കിൽ ഇയാൾക്ക് വരുമാനമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്, അദ്ദേഹം കുടുംബക്കാരന്റെ കൂടെ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്, ജോലിക്കൊന്നും പോകുന്നില്ല. അദ്ദേഹത്തിന്റെ പേരിൽ ഈ വീട് 2 കോടിന്റെ വീടുണ്ട്, പക്ഷെ ഒരു ജോലിക്കും പോകുന്നില്ല, അയാൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തിക്ക് ചിലപ്പോൾ അയാളുടെ കയ്യിൽ കോർട്ട് ഫീ അടയ്ക്കാനുള്ള പൈസ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. സോ കോർട്ട് ഫീ അടയ്ക്കാൻ മീൻസ് ഉണ്ടോ അദ്ദേഹത്തിന് എന്നുള്ളത് മാത്രമാണ് ഇൻഡിജന്റ് അപ്ലിക്കേഷൻ ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്ട് എന്ന് പറയുന്നത്. കോർട്ട് ഫീ നമ്മളെ പ്രോപ്പർട്ടിനെ അറ്റാച്ച് ചെയ്യൂല അല്ലെ? ഇല്ല, പ്രോപ്പർട്ടിനെ അറ്റാച്ച് ചെയ്യില്ല. ഇതാണ് ഇൻഡിജന്റ് പേഴ്സൺ നമ്മൾ നോക്കുക, വെദർ ഹി ഹാസ് എ മീൻസ് ടു മേക്ക് ദ കോർട്ട് ഫീ. സോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, വൺസ് ദ അപ്ലിക്കേഷൻ ഫോർ ഇത് ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് റെഗുലർ സ്യൂട്ട് ആയിട്ട് മുന്നോട്ട് പോകാം. റെഗുലർ സ്യൂട്ട് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ കോർട്ട് ഫീ അടയ്ക്കണം, മറ്റുള്ള കോസ്റ്റും അടയ്ക്കണം. ഇത്രയാണ് വരുന്നത്. അപ്പൊ നമുക്ക് സെക്ഷൻ 12 ആണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്തത്. പക്ഷെ നമ്മൾ സെക്ഷൻ 12 ഡീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പ്രൊവിഷൻസ് നോക്കി പോയിട്ടുണ്ട്. അപ്പൊ ഈ ഓരോ പ്രൊവിഷൻസും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ആണ്. ആക്ച്വലി ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട പ്രൊവിഷൻസ് ആണ്. സെക്ഷൻ 11 റെസ്റ്റിഡിക്കേറ്റ് ആയിരുന്നു. 21A എന്തായിരുന്നു, ഒബ്ജക്ഷൻ ആസ് ടു ദ പ്ലേസ് ഓഫ് സ്വിങ്. 34 എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ്. 47 എന്ന് പറയുന്നത് എക്സിക്യൂഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. 95 എന്ന് വെച്ചാൽ എന്താ, കോമ്പൻസേഷൻ ഫോർ ദ എന്താണ് റോങ്ഫുൾ ആയിട്ട് എന്തെങ്കിലും ഒരു സ്യൂട്ടോ എന്തെങ്കിലും റോങ്ഫുൾ ബേസ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യം കാരണം ഇഫ് എനി അറസ്റ്റ് അറ്റാച്ച്മെന്റ് എനി ആക്ഷൻ ഇസ് ടേക്കൺ അഗെയിൻസ്റ്റ് ദി ഡിഫൻഡന്റ് ആണെന്നുണ്ടെങ്കിൽ 144 ആണെങ്കിൽ റെസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻസിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഫെർദർ സ്യൂട്ട് പോകാൻ പറ്റില്ല. നമുക്ക് എക്സ്പ്രസ്ലി പറയുന്നു ഫെർദർ സ്യൂട്ട് പോകാനായിട്ട് പറ്റില്ല. ഇത് സെക്ഷൻ പോർഷൻസ് ആണ്. ദെൻ ഓർഡേഴ്സ്, ഓർഡർ 22 എന്ന് പറയുന്നത് വിഡ്രോവൽ കോംപ്രമൈസ്. ഓർഡർ 22 എന്ന് പറയുന്നത് അബേറ്റ്മെന്റ്. ഓർഡർ 23 എന്ന് പറയുന്നത് വിഡ്രോവൽ ഓർ കോംപ്രമൈസിന്റെ സിറ്റുവേഷൻ ആണ്. ഓർഡർ 2 റൂൾ 2 എന്ന് പറയുന്നത് എന്താ, മോർ ദാൻ 1 ക്ലെയിം ഉണ്ടെങ്കിൽ എല്ലാ ക്ലെയിമും ഒരുമിച്ച് നമ്മൾ ചോദിക്കണം. നമ്മൾ ഒമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് സ്യൂട്ട് നിൽക്കില്ല. ഓർഡർ 22 റൂൾ 2 പ്രകാരം അബേറ്റ്മെന്റ് ഓർ ഡിസ്മിസൽ ആണെന്നുണ്ടെങ്കിൽ സ്യൂട്ട് എന്ത് ചെയ്തു, അവിടെ അബേറ്റഡ് ആയി, നമുക്ക് ഫ്രഷ് സ്യൂട്ടിലേക്ക് പോകാൻ പറ്റില്ല, സെറ്റ് സൈഡിലേക്ക് പോവാം. ദെൻ ഓർഡർ 23 എന്ന് പറയുന്നത് എന്താ, വിഡ്രോവൽ കോംപ്രമൈസ് ആണ്. വിഡ്രോവൽ വിത്തൗട്ട് ദ ലിബർട്ടി ഓഫ് ദ കോർട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഫ്രഷ് സ്യൂട്ട് ഫയൽ ചെയ്യാൻ സാധിക്കില്ല. കോംപ്രമൈസ് ഡിഗ്രി ആണെന്നുണ്ടെങ്കിലും എന്താണ്, ഇറ്റ് ഈസ് നോട്ട് അൺലോഫുൾ എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രഷ് സ്യൂട്ട് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് സൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ കൊടുക്കാം. ദെൻ റൂൾ 2 ഓർഡർ 2 റൂൾ 2 ആണെങ്കിൽ ഡിഫറെന്റ് ക്ലെയിംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ക്ലെയിം നമ്മൾ ഒമിറ്റഡ് ടു ക്ലെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്യൂട്ടായിട്ട് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. ദെൻ ഓർഡർ 11 എന്ന് പറയുന്നത് ഇൻട്രോഗേറ്ററീസ് ഡിസ്കവറി ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് എ ഡോക്യുമെന്റ് ആണ്. ഇൻ കേസ് ഈ ഓർഡർ എഗെയിൻസ്റ്റ് ദ പ്ലെയിന്റിഫും പ്ലെയിന്റിഫ് ഫെയിൽസ് ടു കംപ്ലൈ വിത്ത് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ സ്യൂട്ട് ഡിസ്മിസലിലേക്ക് പോകും. ദെൻ പ്ലെയിന്റിഫ് വിൽ ബി പ്രിക്ലൂഡ് ഫ്രം മേക്കിംഗ് എ ഫ്രഷ് സ്യൂട്ട്. ദെൻ ഓർഡർ 9 റൂൾ 9 ഇതെന്താണ്, പ്ലെയിന്റിഫിന്റെ നോൺ അപ്പിയറൻസ് കാരണം സ്യൂട്ട് ഡിസ്മിസലിലേക്ക് പോവുകയാണെങ്കിൽ ഫ്രഷ് സ്യൂട്ടിലേക്ക് നിൽക്കില്ല. ദെൻ ഓർഡർ 33 റൂൾ 15 ഇൻഡിജന്റ് സ്യൂട്ടിലാണെങ്കിൽ ഇൻഡിജന്റ് അപ്ലിക്കേഷന്റെ സിറ്റുവേഷൻ ആണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ CPC-യിൽ ഫെർദർ സ്യൂട്ടിനെ ബാർ ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഫോറിൻ ജഡ്ജ്മെന്റും എപ്പോഴാണ് കൺക്ലൂസീവ് നേച്ചർ ഓഫ് ദ ഫോറിൻ ജഡ്ജ്മെന്റ് എന്ന് നോക്കാം. അപ്പൊ ഓക്കെ, അപ്പൊ എല്ലാരും ഈ സെക്ഷൻസ് ഒക്കെ ഒന്ന് വായിക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഗുഡ് നൈറ്റ്. താങ്ക് യു. Thank you, ma'am.